2018 നമ്മൾ കണ്ടിട്ടില്ല, അത് ഈ തലമുറ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ 2-3 തലമുറകളായി കാണാത്ത വലിയ പ്രളയം വന്നു. കടലിൽ നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അനുനിമിഷം സുനാമികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ഓഖികൾ ഉണ്ടാവുകയാണ്. പല പേരുകളിൽ അറിയപ്പെടുന്നതെന്നുള്ളൂ. അവർക്ക് മഴ പെയ്യുമ്പോൾ മഴയുടെ സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസം വന്ന് അവർ പറയും, ഇതാ ഉരുളൻ മഴ വരാൻ പോകുന്നു, നിങ്ങൾ നമുക്ക് പോകണം പെട്ടെന്ന് ഇവിടുന്ന്. ഉരുളൻ മഴയെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഉരുൾപൊട്ടും, ഇത് അവർക്കറിയാം. നമ്മൾ വെള്ളത്തെ തടസ്സപ്പെടുത്തിയാൽ, വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിയാൽ അത് അതിൻ്റെ വഴി കണ്ടുപിടിക്കും. നദിയുടെ താഴേക്ക് പോയാൽ ഇവൻ കറങ്ങും, മിക്സിയിൽ കറങ്ങും പോലെ ഇവൻ കിടന്ന് കറങ്ങും. അവിടെ അർജുൻ്റെ അവിടെ സംഭവിച്ചതാണ്, ഗംഗാവാലി സംഭവിച്ചതാണ്. മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്ന ആൾ തന്നെ അങ്ങനെ ഒരു പോസ്റ്റ് ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇല്ല. അദ്ദേഹത്തിന് വേണ്ടി സൃഷ്ടിച്ചതാണ് മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റ്. സയൻറ്റിഫിക് ആളുകൾ ഇരിക്കേണ്ട സ്ഥലങ്ങളിൽ, സയൻറ്റിഫിക് ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഇരിക്കേണ്ട സ്ഥലങ്ങളിൽ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആളുകളാണ് ഇരിക്കുന്നത്. സെക്രട്ടറി എന്ന് പറയുന്ന ആൾ 3 പോസ്റ്റ് ഒരേ സമയം ഹോൾഡ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം സയൻറ്റിസ്റ്റ് ഹെഡ് എന്നാണ് ഒരു പോസ്റ്റ്, പ്രൊഫസറുടെ സാലറിയാണ് വാങ്ങുന്നത്. ഇതെല്ലാം ഞാനിതൊക്കെ ഒരു ചാനൽ വഴി പറയുന്നത്, ഇതെല്ലാം ഇനി തിരുത്തിക്കൊണ്ടേ കേരളത്തിന് മുമ്പോട്ട് പോകാൻ പറ്റും. നമസ്കാരം. 2004 ഡിസംബറിൽ ലോകം മുഴുവൻ ദുരിതം വിതച്ച സുനാമിയിലൂടെയും അതിനു പിന്നാലെ ഓഖി ചുഴലിക്കാറ്റിലൂടെയും 2016 ശേഷം വന്ന വരൾച്ചയും 2018 പ്രളയവും 2024 വയനാട്ടിലെ മുണ്ടക്കൈയും ചൂരൽമലയിലെയും ജീവനുകൾ മുഴുവൻ ഒഴുകി ഒലിച്ചപ്പോൾ കേരള സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിന് സാക്ഷിയായി ദുരന്തത്തിൻ്റെ കാര്യകാരണങ്ങൾ വിശദീകരിക്കുകയാണ് ജലഭൗമശാസ്ത്രജ്ഞൻ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്. ഡിസംബറിൽ നടന്ന സുനാമിയിൽ തുടങ്ങി അന്ന് തൊട്ട് തുടങ്ങിയ ദുരന്തങ്ങൾ നീളെ ഇന്ന് വരെ എത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? 2004 ഡിസംബറിൽ നമ്മളാരും പ്രതീക്ഷിക്കാതെ ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുണ്ടായ സുനാമി നമ്മുടെ കടൽ തീരത്തെ ആലപ്പാട് വരെയുള്ള നമ്മുടെ കരുനാഗപ്പള്ളി ഭാഗമൊക്കെയുള്ള ഒരുപാട് ആളുകളെ, 400 ആളുകളെ മരിക്കാനിടയായി. അതുവരെ കേരളം വളരെ സുരക്ഷിതമായിരുന്നു എന്ന് ചിന്തിച്ചിരുന്ന ഒരു നാടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഉരുൾപൊട്ടലുകളോ ചെറിയ പ്രളയമൊക്കെ ഉണ്ടായിട്ടേ ഉള്ളൂ. 1924 അതിന് മുമ്പ് ഏറ്റവും വലിയൊരു പ്രളയമുണ്ടായത്. അതിനുശേഷം 100 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് നമ്മൾ ഇതൊക്കെ കാണുന്നത്. 2004 സുനാമിയാണ് നമ്മളെ വല്ലാതെ ഉലച്ച ആദ്യ സംഭവം. അതിനെ തുടർന്നാണ് 2005 ഡിസംബറിൽ ദേശീയ തലത്തിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി നിലവിൽ വരുന്നത്. അതിൻ്റെ ഭാഗമായി സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റികളുണ്ട്. അതിൻ്റെ ഭാഗമായി ജില്ലാ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനമുണ്ട്. വില്ലേജ് തലത്തിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനമുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. എന്നാൽ സുനാമിക്ക് ശേഷം 2016 വരെ വീണ്ടും നമ്മൾ ചെറിയ വരൾച്ച, വെള്ളപ്പൊക്കം ചെറിയ രീതിയിലാണ് പോയത്. പക്ഷേ 16 ആയപ്പോൾ അതിൻ്റെ പിറകിലോട്ടെടുക്കുമ്പോൾ, നമ്മൾക്കെപ്പോഴും പിറകിലോട്ടെടുക്കുമ്പോൾ 142 വർഷങ്ങൾക്ക് ഇപ്പുറമുള്ള വലിയ വരൾച്ച കേരളത്തിൽ വന്നു. നമ്മൾ കൃത്രിമ മഴ പെയ്യിക്കണമെന്ന് ആലോചിച്ചു. പിന്നെ അതിൻ്റെ പ്രോബബിലിറ്റി കുറവായതുകൊണ്ടും വലിയ സാമ്പത്തിക ചിലവുള്ളതുകൊണ്ടും നമ്മൾ അതിലേക്ക് പോയില്ല. പക്ഷേ അതിനെക്കുറിച്ച് ഗവൺമെൻറ് ആലോചിച്ചു 2016. അപ്പോൾ പക്ഷേ 16 വലിയ വരൾച്ച വന്നു. അത് കഴിഞ്ഞ് അപ്പോൾ മണ്ണെല്ലാം ഉണങ്ങി ഇവിടുത്തെ എക്കോ സിസ്റ്റത്തെ വല്ലാതെ ഒന്ന് ഉലച്ചു 2016. 17 ഓഖി വന്നു, ദുരന്തം വന്നു. ആയിരക്കണക്കിന് ആളുകളുടെ കുടുംബം നഷ്ടപ്പെട്ടു, കുറേ പേർ മരിച്ചുപോയി. ഇപ്പോഴും കുറച്ച് പേരെ എവിടെയാണെന്നറിയില്ല, അവർ മരിച്ചു കാണും. അല്ലെങ്കിൽ മറ്റു തീരത്ത് എവിടെയെങ്കിലും പോയെങ്കിൽ അവർ തിരിച്ചു വരണമായിരുന്നു, മരിച്ചു കാണും. അപ്പോൾ എത്ര പേരെന്നുള്ളത് ഇപ്പോഴും കണക്കിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. അവർ റീഹാബിലിറ്റേഷൻ ചില പ്രശ്നങ്ങളുണ്ട്. അതവിടെ നിൽക്കട്ടെ, ഓക്കെ. അത് കഴിഞ്ഞാൽ 2018 നമ്മൾ കണ്ടിട്ടില്ല, അത് ഈ തലമുറ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ 2-3 തലമുറകളായി കാണാത്ത വലിയ പ്രളയം വന്നത്. ഡാമുകൾ തുറന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, മഴ വലുതായിട്ട് വന്ന പ്രശ്നങ്ങളുണ്ട്. എന്തായാലും നല്ല പ്രളയം വന്നു, നമ്മൾ ഒരുപാട് നാശനഷ്ടമുണ്ടായി. അതിനെ തുടർന്ന് തൊട്ടടുത്ത വർഷവും വെള്ളപ്പൊക്കം വന്നു. പ്രളയമായില്ലെങ്കിലും വെള്ളപ്പൊക്കം വന്നു. പിന്നെ ഇങ്ങോട്ട് ഉരുൾപൊട്ടലുകൾ വന്നു. ഉരുൾപൊട്ടലുകൾ അപ്പോൾ നമ്മുടെ മലയോര മേഖലയും തീരപ്രദേശവും ആശങ്കപ്പെടുത്തുന്ന പ്രദേശങ്ങളായി മാറി. മലയോര മേഖലകളിൽ 22 ഡിഗ്രിക്ക് സ്ലോപ്പിൽ, ചരിവിൽ കൂടുതലുള്ള പ്രദേശങ്ങളാണ് മഹാഭൂരിപക്ഷവും. അപ്പോൾ അത്തരം പ്രദേശങ്ങളിലൊക്കെ പല തരത്തിൽ അത് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും മണ്ണൊലിപ്പും സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്ന സംവിധാനവും മലനാടുകളിൽ സജീവമായി വരുന്നു. തീരപ്രദേശം എടുത്താൽ അത് ഞാനീ പറഞ്ഞ പോലെ ഓഖിയുടെയും ചുഴലിക്കാറ്റിൻ്റെയും ലാനിനയുടെയും എൽനിനയുടെയൊക്കെ രൂപത്തിൽ, നമുക്ക് കാറ്റിൻ്റെ രൂപത്തിൽ നമുക്ക് വലിയ ബഹളമുണ്ടാകുന്നു. അറബിക്കടൽ 20 ദിവസമായിരുന്നു ശരാശരി നന്നായി ചൂടായിരുന്നത്. പക്ഷേ അതിപ്പോൾ 200 ദിവസത്തിലേക്ക് മാറിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടൽ നന്നായി ചൂടാവുന്നു. ബംഗാൾ ഉൾക്കടൽ ചൂടാകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട കാര്യം നമ്മുടെ മഴയെയും മൺസൂണിനെയും നമ്മൾ കണക്കാക്കിയിരുന്നത്.
പക്ഷേ ബംഗാൾ ഉൾക്കടലിനോടൊപ്പം അറബിക്കടലും നന്നായി ചൂടാവുന്നു, ഇന്ത്യൻ മഹാസമുദ്രവും ചൂടാവുന്നു. ഈ ചൂടാകലിൻ്റെ ഭാഗമായി അധിക വെള്ളം നീരാവിയാകും, പെട്ടെന്ന് മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയും കാലാവസ്ഥയ്ക്ക് മാറ്റം വരുന്നു. കേരളത്തിൽ മഴക്കാലം വലിയ വ്യത്യാസം വന്നു. വേനൽക്കാലത്തെ മഴയിൽ 10% കുറവ് വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് വരൾച്ച. മഴക്കാലത്ത് മഴയുടെ മാസങ്ങളിലും സീസണുകളിലും സ്ഥലങ്ങളിലും വ്യത്യാസം വരുന്നു. അപ്പോൾ കുറഞ്ഞ സമയത്ത് കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ എന്നുള്ള നിലയിൽ മഴയുടെ രൂപം മാറിയിട്ടുണ്ട്. ഇതൊക്കെയാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന 2004 മുതൽ 20 വർഷം എടുത്താലുള്ള ഒരു പൊതു പശ്ചാത്തലം ഇതാണ്. ഓഖി ചുഴലിക്കാറ്റിനെ കുറിച്ച് ഓഖി വന്നത് അത് കടലിൽ രൂപപ്പെട്ട ഒരു സംവിധാനമാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കടൽ തീരമെന്ന് പറയുന്നത് എപ്പോഴും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം മനുഷ്യർ മുമ്പോട്ട് ജീവിക്കാൻ. സൂര്യപ്രകാശം, ഭൂമിയുടെ കറക്കം, അതുപോലെ വായു, കാറ്റ്. വായും കാറ്റും ഒരേ കാറ്റഗറി പറയാമെങ്കിൽ വായു, കാറ്റ്, അതിൻ്റെ ഭാഗമായി നമുക്ക് അനുഭവപ്പെടുന്ന കാറ്റ്, വെള്ളം, ഇതിൻ്റെ ഒരു ഡൈനാമിസമാണ് പ്രകൃതി, ഭൂമി. അതിൽ കാർബൺ ചക്രത്തിന് വലിയ പങ്കുണ്ട്, നൈട്രജൻ ചക്രത്തിന് പങ്കുണ്ട്, വാട്ടർ സൈക്കിളിന് വലിയ പങ്കുണ്ട്, ജലചക്രത്തിനും പങ്കുണ്ട്, സോളാർ സൈക്കിളിനും വലിയ പങ്കുണ്ട്. ഇതെല്ലാം കൂടി ചേരുന്നൊരു പ്രോസസ്സാണ്. കടലിൽ നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അനുനിമിഷം സുനാമികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ഓഖികൾ ഉണ്ടാവുകയാണ്. പല പേരുകളിൽ അറിയപ്പെടുന്നതെന്നുള്ളൂ. ആ പേരുകളിൽ അറിയപ്പെടുന്ന കാറ്റ് നമുക്ക് അനുകൂലമായ സാഹചര്യം വരുമ്പോൾ, അതിന് അനുകൂലമായ സാഹചര്യം വരുമ്പോൾ അത് കരയിലോട്ട് വരും. അപ്പോൾ മനുഷ്യവാസമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനെ എടുത്തുകൊണ്ട് പോകും. അത് അനുദിനം ലോകത്താകെ സംഭവിക്കുകയാണ്. ഈ ഓഖി പോലുള്ള കൊടുങ്കാറ്റുകൾ കടലിൽ വരുന്നത് തീർച്ചയായിട്ടും ഞാനീ പറഞ്ഞ കടലിനകത്ത് നടക്കുന്ന ചക്രവാത ചുഴികളുടെയും സൈക്ലോണിൻ്റെയും ആൻറ്റി സൈക്ലോൺ എന്നൊക്കെയാണ് പറയുന്നത്. ഈ നടക്കുന്ന കാറ്റിൻ്റെ പ്രവർത്തന ഫലമായി വെള്ളത്തിനും, ഞാൻ വളരെ ലളിതമായി പറയാൻ ശ്രമിക്കുന്നു, സൂര്യപ്രകാശത്തിൻ്റെ ചൂടും കാറ്റും കടലിലെ നീരൊഴുക്ക്, അതായത് ജലപ്രവാഹവും തമ്മിലുള്ള ബന്ധങ്ങളുടെ ഭാഗമായി പുതിയ ജലപ്രവാഹങ്ങൾ ഉണ്ടാവുകയും ശക്തമായ ചുഴികൾ ഉണ്ടാവുകയും ചെയ്യും. ന്യൂനമർദ്ദ മേഖലകൾ രൂപപ്പെടുകയും ചെയ്യും കടലിൽ. ഇത് രൂപപ്പെടുന്നതനുസരിച്ചാണ് കാറ്റുകൾ ഉണ്ടാകുന്നത്. അത് ഒരു ചെറിയ റീജിയനിലല്ല. നമ്മളിപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ബീഹാറിൻ്റെ തീരത്ത്, അല്ലെങ്കിൽ ഗുജറാത്തിൻ്റെ തീരത്ത്, അല്ലെങ്കിൽ ആൻഡമാൻ തീരത്ത്, മറ്റെവിടെയെങ്കിലും ഉണ്ടാകുന്ന ഒരു ചെറിയ കാറ്റായിരിക്കും അത് രൂപപ്പെട്ട് നമ്മളെ കടലിലേക്ക് വന്ന് വളരെ വലിയ രൂപത്തിൽ ബഹളം ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സുനാമി ഉണ്ടായത് കേരളത്തിലല്ല, വളരെ ദൂരെ 2000 കിലോമീറ്റർ അപ്പുറത്താണ് ഇതുണ്ടായത്. 2000 കിലോമീറ്റർ അപ്പുറത്താണ്. പക്ഷേ അതാണ് പ്രകൃതിയുടെ ഒരു താളം. പ്രകൃതിയും ഭൂമിയും സ്ഥിരമായി ആരെയും ശല്യം ചെയ്യാറില്ല. പക്ഷേ ബഹളം ഉണ്ടാക്കുമ്പോൾ വലിയ ബഹളം ഉണ്ടാക്കും. അത് വലിയ ഏരിയ എടുത്തുകൊണ്ട് പോകും. കുറച്ച് സമയം കാണത്തേ ഉള്ളൂ. ഇപ്പോൾ അത് ഉരുൾപൊട്ടൽ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ സമാധാനമായല്ലോ, മഴയില്ലല്ലോ. ഇപ്പോൾ പ്രകൃതി അങ്ങനെയാണ്. പ്രകൃതി എപ്പോഴും ദീർഘകാലം, 1 വർഷം നീണ്ടു നിൽക്കുന്ന ഉരുൾപൊട്ടലില്ല, 1 വർഷം നീണ്ടു നിൽക്കുന്ന ഓഖിയില്ല, 1 വർഷം നീണ്ടു നിൽക്കുന്ന സുനാമിയില്ല. ഷോർട്ട് പീരീഡിൽ അതിൻ്റെ ഒരു ഡൈനാമിസം കാണിക്കും. ആ ഡൈനാമിസം കാണിച്ചില്ലെങ്കിൽ ഭൂമിക്കും കടലിനും നിലനിൽക്കാൻ പറ്റില്ല. അത് ഉള്ളതാണ് അതിൻ്റെ ഡൈനാമിസം. ആ ചലനാത്മകതയാണ് അതിനെ ഭൂമിയിൽ പിടിച്ചു നിർത്തുന്നത്. അതുകൊണ്ട് അതില്ലാതെ നമുക്ക് ചിന്തിക്കേണ്ടത്, അതില്ലാത്തൊരു ലോകത്തെക്കുറിച്ചോ ഭൂമിയെക്കുറിച്ചോ നമ്മൾ ആലോചിക്കുന്നത് മൗഢ്യമാണ്. വളരെ സിമ്പിളായിട്ട് പറയുന്ന ഒന്നാണ് മഴ. അതാണോ യഥാർത്ഥ ദുരന്തത്തിൻ്റെ വില്ലൻ? നമുക്ക് പല കാരണങ്ങളെടുക്കാം. നമുക്ക് അസുഖം വരുമ്പോൾ നമ്മൾ പല കാരണങ്ങളാണ് പറയും. നന്നായി ഭക്ഷണം കഴിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ കഴിക്കാത്തത് കൊണ്ടാണ്, ചില ഭക്ഷണം ദഹിക്കുക, ഇങ്ങനെ പല കാരണങ്ങൾ പറയും. ഉരുൾപൊട്ടൽ പോലുള്ള കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട വില്ലൻ മഴ തന്നെയാണ്. പക്ഷേ ഒരു ചോദ്യമുണ്ട്. ആ പ്രധാന വില്ലനെ വച്ചുകൊണ്ട് നമുക്ക് ബാക്കി നായികമാർക്ക് ഒഴിയാൻ പറ്റത്തില്ല. കാരണം മഴ പെയ്യിക്കുന്നതിൽ കാലാവസ്ഥയെ അങ്ങനെ നിശ്ചയിക്കുന്നതിൽ പിന്നെ മണ്ണിന് പങ്കുണ്ട്, മരങ്ങൾക്ക് പങ്കുണ്ട്, വനത്തിന് പങ്കുണ്ട്, ആ സ്ഥലത്തെ പൊക്കത്തിന് പങ്കുണ്ട്. പൊക്കം മീൻസ് പർവ്വതനിര. പ്രത്യേകിച്ച് കേരളത്തിൽ പർവ്വതനിരകളുള്ള സ്ഥലമായതുകൊണ്ടാണ് ഇവിടെ ഓറോഗ്രാഫിക് റെയിൻഫാൾ എന്ന് പറയുന്നൊരു വിഭാഗത്തിൽ കിട്ടുന്നുണ്ട്. പർവ്വതജന്യമായ മഴ. കൂപ്പൺസിൻ്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച്, ക്ലൈമാറ്റിക് വിദഗ്ധനായിട്ടുള്ള സയൻറ്റിസ്റ്റായിട്ടുള്ള കൂപ്പൺസിൻ്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഓറോഗ്രാഫിക് റെയിൻഫാളും കേരളത്തിൽ കിട്ടുന്നുണ്ട്. ഓറോഗ്രാഫിക് റെയിൻഫാൾ എന്ന് പറഞ്ഞാൽ മലനിരകൾ ഉള്ളത് കൂടി കൊണ്ടാണ് ഇവിടെ ഇത്രയും മഴ പെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ കടലിലെ വെള്ളം നീരാവിയായി മേൽപോട്ട് പോയി മേഘങ്ങളെ തടഞ്ഞ് ഈ റീജിയണിൽ മഴ പെയ്യുമ്പോൾ എന്തുകൊണ്ട് അപ്പുറത്തെ മലകൾക്ക് മഴ കിട്ടുന്നില്ല? തമിഴ്നാടിന് ഇത്രയും മഴ കിട്ടിയിരുന്നെങ്കിൽ ഒരു മലയുടെ തമിഴ്നാട് വശത്ത് മഴ കിട്ടുന്നില്ല, വട്ടവടയ്ക്ക് താഴെ അപ്പുറത്തോട്ട് മഴ കിട്ടുന്നില്ല. അപ്പുറത്തോട്ട് മഴ കിട്ടിയിരുന്നെങ്കിൽ അവർ ഈ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ് നമ്മളോട് ഈ ബഹളമൊന്നും ഉണ്ടാക്കത്തില്ലായിരുന്നല്ലോ. അവരാവശ്യമുള്ള വെള്ളം എടുത്തുകൊണ്ട് പോകുമായിരുന്നല്ലോ. അപ്പോൾ ഈ മലനിരകളുടെ പടിഞ്ഞാറേ ഭാഗത്തോട്ടുള്ള തീരത്തേക്ക് കേരളത്തിൻ്റെ കിഴക്കൻ മലനിരകളായ, ഇന്ത്യയുടെ പടിഞ്ഞാറൻ മലനിരകളായ പശ്ചിമഘട്ട മലനിരകളുടെ കിഴക്കൻ ഭാഗത്ത് മഴ പെയ്ത് അത് പടിഞ്ഞാറോട്ടാണ് വരുന്നത്. അതെന്തെന്നാൽ ഇവിടെ സൂര്യപ്രകാശം ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് കിടക്കുന്നതുകൊണ്ട്
8 ഡിഗ്രി അക്ഷാംശം മുതൽ 10 ഡിഗ്രി വരെ കിടക്കുന്നത് കൊണ്ട് നല്ല സൂര്യപ്രകാശം കിട്ടും വർഷം മുഴുവൻ. കടലടുത്ത് കിടക്കുന്നത് കൊണ്ട് നീരാവിയാകാനുള്ള സാധ്യത കൂടുതലാണ്. മലകൾ ഇത് തടഞ്ഞിട്ടാണ് ഈ മഴ പെയ്യുന്നത്. അപ്പോൾ മഴ പെയ്യുന്നതിൽക്കുന്നതിലും മനുഷ്യൻ്റെ ഇടപെടലിന് വലിയ പങ്കുണ്ട്. ഒന്നാമത്തെ കാര്യം ഭൂവിനിയോഗം. പ്ലേറ്റോ നൂറ്റാണ്ടുകൾക്ക് അന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഒന്നും വികസിക്കാത്ത നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്ലേറ്റോ എന്ന സൈദ്ധാന്തികൻ പറഞ്ഞിരുന്നു, ഒരു പ്രദേശത്തെ ഭൂവിനിയോഗത്തിൽ വരുന്ന മാറ്റം ആ പ്രദേശത്തെ മഴയെ സ്വാധീനിക്കും. അപ്പോൾ മഴ ഒരു പ്രധാന ട്രിഗർ ഫാക്ടർ തന്നെയാണ്. പക്ഷേ മഴ ഒരു നിമിഷം കൊണ്ടല്ല വരുന്നത്, മണിക്കൂറുകൾ എടുത്തിട്ടാണ്. 2 ദിവസം 3 ദിവസത്തെ മഴയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയത്. അങ്ങനെ വലിയ മഴ വരുമ്പോൾ അതിനെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടറികളുണ്ട്. ഞാൻ സയൻറ്റിഫിക് ടെർമിനോളജി ട്രിഗർ ചെയ്യുക. എന്താ ട്രിഗർ ചെയ്യുന്നത്? മലനിരകളിൽ മഴ പെയ്താൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. കേരളത്തിൽ 3000 മില്ലിമീറ്ററാണ് മഴ. 3000 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 900 മില്ലിമീറ്റർ വർഷത്തിൽ കിട്ടുന്ന തീരപ്രദേശമുണ്ട്, 6000 7000 മില്ലിമീറ്റർ കിട്ടുന്ന വനപ്രദേശമുണ്ട്. വനത്തിൽ മിക്കവാറും എപ്പോഴും മഴയായിരിക്കും, മിക്ക ദിവസങ്ങളിലും മഴയായിരിക്കും വനത്തിൽ. അത് ആ വന ആവാസ വ്യവസ്ഥയുടെ കൂടി പ്രത്യേകത കൊണ്ടാണ്. മഴ പെയ്യുമ്പോൾ അത് താഴേക്ക് വരുമ്പോൾ അതിനെ ട്രിഗർ ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാണ് ട്രിഗറിങ് ഫാക്ടർ. ഒന്നാമത്തെ ഫാക്ടറാണ് സ്ലോപ്പ്, ചരിവ് കൂടുതലാണെങ്കിൽ പെട്ടെന്ന് മഴവെള്ളം താഴേക്ക് വരും. നമ്പർ 2 കാനപ്പി. ഞാനെല്ലാം സയൻറ്റിഫിക് ടെർമിനോളജി പറയുന്നതാണ് നല്ലത്, ഇങ്ങനെ ആരും ചർച്ച ചെയ്യുന്നില്ല, ചർച്ച ചെയ്യണം നമ്മൾ. കാനപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? കാട്ടിലെ കാനപ്പി എന്ന് പറഞ്ഞാൽ, കാട്ടിലെ ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ, കാട്ടിലെ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ വലിയ ഉയർന്ന മരങ്ങൾ, അതിൻ്റെ പൊക്കം കുറഞ്ഞ മരങ്ങൾ, പിന്നെ പൊക്കം കുറഞ്ഞ മരങ്ങൾ, പിന്നെ താഴോട്ട് ഷ്രബ്, പിന്നെ ഗ്രാസ്. ഇതാണ് കാടിൻ്റെ ആവാസവ്യവസ്ഥ. ഈ മഴ വരുമ്പോൾ മഴത്തുള്ളികൾക്ക് കനമുണ്ട്, തിക്നെസ് ഉണ്ട്. ഇത് ആദ്യത്തെ മഴ വന്നിട്ട് വലിയ മരത്തലപ്പുകളിലാണ് വീഴുന്നത്, വലിയ മരത്തലപ്പിലാണ് വീഴേണ്ടത്. അത് വീണിട്ട് അതിൻ്റെ ശക്തി കുറഞ്ഞിട്ടാണ് അടുത്തതിൽ വരുന്നത്. അതിൻ്റെ ശക്തി കുറഞ്ഞ് അടുത്ത മരത്തിൽ വന്ന് അടുത്ത ചെടിയിൽ വന്ന് ഷ്രബിൽ വരുമ്പോൾ മഴയുടെ ശക്തി കുറഞ്ഞിരിക്കും. കുറേ മരങ്ങൾ അത് എടുത്തിരിക്കും, ഇലകളോ ഇതൊക്കെ കുറച്ച് അതിൻ്റെ തടഞ്ഞൊക്കെ വെക്കും. അത് കഴിഞ്ഞിട്ട് ഷ്രബിൽ വീഴുന്നതിന് ശേഷം അത് ഗ്രാസ് ലാൻഡിൽ വീഴും. അപ്പോൾ ഗ്രാസ് ലാൻഡ് ആയതുകൊണ്ട് ഒഴുകിപ്പോകാൻ സമയമെടുക്കും. അങ്ങനെ സമയമെടുത്തിട്ടാണ് മഴ താഴേക്ക് വരേണ്ടത്. പക്ഷേ നമ്മുടെ മലനിരകളിൽ സ്ലോപ്പ് കൂടുതലായതുകൊണ്ടും മലനിരകളിൽ പാറ മുകളിലും ഒക്കെ നിൽക്കുന്നുണ്ട്, മണ്ണിൻ്റെ കനം പല രൂപത്തിൽ കുറവായതുകൊണ്ട്, ഒരുപാട് കുറവായത് എന്നാൽ കുറച്ചുണ്ട്, ചിലയിടത്ത് മണ്ണുണ്ട് ചിലയിടത്ത് മണ്ണില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് പാറയുടെ ഘടന, മണ്ണിൻ്റെ സ്വഭാവം, പിന്നെ പച്ചപ്പിൻ്റെ സ്വഭാവം, കാട്, ഇതെല്ലാം കൊണ്ട് വെള്ളം നന്നായി താഴേക്ക് പെട്ടെന്ന് വരും. പെട്ടെന്ന് വരുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെയുള്ള ഇടയ്ക്ക് നിൽക്കുന്ന കെട്ടിടങ്ങളുണ്ടെങ്കിൽ കെട്ടിടങ്ങൾ, ആളുകൾ താമസമുണ്ട് ആളുകൾ, എല്ലാവരെയും താഴേക്ക് എടുത്തുകൊണ്ട് പോകും. താഴേക്ക് എടുത്തുകൊണ്ട് പോകുമ്പോൾ പുഴയിലേക്കാണ് സാധാരണ ഇതുകൊണ്ട് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ സംഭവിച്ച ഈ മുണ്ടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലവും വെള്ളരി മലകൾക്ക് താഴെയുള്ള സ്ഥലങ്ങൾ, അടുത്തുള്ള സ്ഥലങ്ങളാണിതൊക്കെ. ഈ സ്ഥലം എന്ന് പറയുന്നത് പുഞ്ചരിമട്ടം മല, വെള്ളരിമല, മുണ്ടയ്ക്കൽ മല, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചൂരൽമല മലയല്ല, അത് കേട്ടപ്പോൾ നമുക്ക് മലയിൽ തോന്നും. അവിടുത്തെ മലയിലെ ആളുകൾ ചൂരൽ കൃഷി വ്യവസായമൊക്കെ ചൂരൽ കൊണ്ട് പലതും ചെയ്യുന്നതുകൊണ്ട് കിട്ടിയൊരു പേരാണ്. ചൂരൽമല അല്ല, ചൂരൽമല ഒരു മലയല്ല. ചൂരൽമല എന്ന് പറയുന്നത് നദിയുടെ തീരത്താണ്, ചാലിയാറിൻ്റെ തീരത്താണ്. ചാലിയാർ നദിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീതി കുറവാണ്. അപ്പോൾ അതൊരു പ്രധാന ഘടകം. പിന്നെ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, ഫോർത്ത് ഓർഡർ, ഫിഫ്ത്ത് ഓർഡർ, ഇങ്ങനെ ഓർഡറുകളുണ്ട് ഈ പുഴയ്ക്ക്. ഭൂമിയിൽ ഈ വെള്ളം ഓടുന്നതിനും വരുന്നതിനുമായിട്ട് ഒരുപാട് സ്ട്രീംസ് ഉണ്ട്, അരുവികളുണ്ട്. അതിൽ ഒന്നാം നിരയെന്ന് പറയുന്നത് പർവ്വതങ്ങളിലോ മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതായിരിക്കും. അത് വളരെ ചെറുതായിട്ടാണ് എടുക്കുന്നത് ഉത്ഭവം. അത് ഒരിടത്തുനിന്ന് ഉത്ഭവിച്ചു, കുറച്ച് സഞ്ചരിക്കുമ്പോൾ വേറെ എവിടെയോ ഉത്ഭവിച്ച ഒരു സാധനം ഉണ്ടായിരിക്കും. ഇത് രണ്ടും കൂടെ ചേർന്ന് കുറച്ച് വീതിക്ക് ഒഴുകാൻ തുടങ്ങും, ശക്തിക്ക് ഒഴുകാൻ തുടങ്ങും. രണ്ടിടത്തുനിന്ന് വന്ന ഉള്ളിടത്ത് വെച്ച് സംഗമിച്ചിട്ടല്ലേ പിന്നെ ഒഴുകുന്നത്. ഇങ്ങനെ പല തലത്തുനിന്ന് വന്ന് സംഗമിച്ച് ഒരു 6 7 നിരയൊക്കെ ആകുമ്പോഴാണ് വലിയ പുഴയായി നദിയായി മാറുന്നത്. അപ്പം ഒരു പമ്പാ നദി എടുത്താൽ, അല്ലെങ്കിൽ കരമന നദി എടുത്താൽ, ആയിരക്കണക്കിന് ചെറു തോടുകളുടെയും നദികളുടെയും സംഗമ ഭൂമിയാണ് ഈ പമ്പാ നദി അല്ലെങ്കിൽ കരമന നദി. നിർഭാഗ്യവശാൽ ഇതിൻ്റെ സ്ഥലങ്ങളിലാണ് ആളുകൾ താമസിക്കുന്നത്. അങ്ങനെ പറ്റൂ നമുക്ക്. അങ്ങനെ താമസിക്കുമ്പോൾ നമ്മൾ ഈ തോടുകളെ പലപ്പോഴും നമ്മൾ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ സ്ട്രീമുകളെ നമ്മൾ അറസ്റ്റ് ചെയ്യും. കൃഷി കൊണ്ടും കെട്ടിടങ്ങൾ വെച്ചൊക്കെ അറസ്റ്റ് ചെയ്യും. സ്വാഭാവികമായിട്ട് അവിടെ മഴവെള്ളം വന്നാൽ ഞാനീ പറഞ്ഞതുപോലെ അതിനൊഴുകിപ്പോകാനുള്ള ചാനലുകളുമില്ല, അതിൽ തടയാൻ അവിടെ മരത്തിൻ്റെ പല നിലകളിലുള്ള മരങ്ങളുമില്ല, മണ്ണിൻ്റെ കട്ടിയും കുറവായിരിക്കും. കട്ടി കുറവാണെങ്കിൽ ഉള്ള മണ്ണിൽ വെള്ളം അത്രയും കൂടെ സാച്ചുറേഷൻ പോയിൻ്റ് എന്ന് പറയും, വെള്ളം അത്രയും കൂടെ കയറിയിരിക്കുമ്പോഴാണ് വീണ്ടും മഴ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ മണ്ണിൻ്റെ ഇടയ്ക്കൂടെ വെള്ളം ഇറങ്ങുമ്പോൾ പാറയ്ക്കിടയ്ക്കുള്ള
പാറകൾക്കിടയ്ക്കുള്ള മണ്ണിനെ ഇവൻ അലിയിപ്പിച്ച് വെള്ളത്തോട് ചേർത്ത് താഴേക്ക് കൊണ്ടുവരും. അതിനും സമയമെടുക്കും. നമ്മളിവിടെ പല വിദഗ്ധരോ വിദഗ്ധരെന്ന് ഞാൻ പറയുന്നില്ല, പല ആളുകളും ചാനലുകളിലൊക്കെ പറയുന്നത് ഇത് പെട്ടെന്ന് വന്നു, ഒരു സെക്കൻഡ് കൊണ്ടാണ് വരുന്നത്, അതുകൊണ്ട് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. അങ്ങനെയൊന്നുമല്ല. തലേ ദിവസം നന്നായിട്ട് കലങ്ങിയാണ് ആ പുഴ ഒഴുകിയത്. മാത്രമല്ല, ഞാൻ ധാരാളം കാടുകളിലൊക്കെ സർവേ ചെയ്തിട്ടുള്ള ആളാണ്, ആദിവാസികളോട്ടൊക്കെ അടുത്തൊക്കെ പോയിട്ടുള്ള ആളാണ്. അവർക്ക് മഴ പെയ്യുമ്പോൾ മഴയുടെ സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസം വന്നാൽ അവർ പറയും, ഇതാ ഉരുളൻ മഴ വരാൻ പോകുന്നു, നിങ്ങൾ നമുക്ക് പോകണം പെട്ടെന്ന് ഇവിടെ നിന്ന്. ഉരുളൻ മഴയെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഉരുൾ പൊട്ടും, ഇത് അവർക്കറിയാം. അപ്പോൾ ഇവിടെ തലേക്കും തലേ ദിവസവും വലിയ മഴ വന്നു. എന്നിട്ട് അവിടുത്തെ ആളുകളെ മാറി താമസിക്കാൻ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡൻറ്റും ജില്ലാ പ്രസിഡൻ്റൊക്കെ ചെന്ന് പറഞ്ഞു. കുറേ ആളുകൾ മാറി താമസിച്ചു. കുറച്ച് പേര് പക്ഷേ സ്കൂളിലാണ് പോയത്. നിർഭാഗ്യവശാൽ ഇത് വലിയ ഉരുളായതുകൊണ്ട് സ്കൂളും എടുത്തുകൊണ്ട് പോയി. അപ്പോൾ അവരുടെ സുരക്ഷിതമായ സ്ഥലത്തായിരുന്നില്ല ദുരിതാശ്വാസ ക്യാമ്പ്. അതുകൊണ്ട് പ്രശ്നമുണ്ട്. ഇതൊന്നും നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നില്ല. നടന്ന കാര്യങ്ങൾ സത്യമാണല്ലോ. നമ്മൾ ചാനൽ വഴി പറഞ്ഞാലും ഇല്ലെങ്കിൽ സത്യമായി അവിടെ നിൽക്കും. അപ്പോൾ ഈ തരത്തിൽ മഴ ഒരു വളരെ പ്രധാന വില്ലൻ മഴ, ഞാൻ ഈ പറഞ്ഞ ട്രിഗറിങ് ഫാക്ടേഴ്സ് എല്ലാം കൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മഴയ്ക്ക് താഴേക്ക് വരാതിരിക്കാൻ കഴിയത്തില്ല. അങ്ങനെ താഴേക്ക് വരുമ്പോൾ അവിടുത്തെ എല്ലാ ആളുകളെയും കൂടി എടുത്തുകൊണ്ട് തന്നെ പോകും. അതുകൊണ്ടാണ് ആയിരക്കണക്കിന് ആളുകളെ എടുത്ത് താഴേക്ക് കൊണ്ടുപോയതും ഇത്രയും കെട്ടിടങ്ങൾ കൊണ്ടുപോയതും. ധാരാളം ടെറസ് വീടുകൾ അവിടെ ഉണ്ടായിരുന്നു, റിസോർട്ടുകളുണ്ടായിരുന്നു. അതെല്ലാം നന്നായിട്ട് എടുത്തുകൊണ്ട് വന്നു. ആളുകൾ പലതും മരിച്ചത് പിന്നെ ഈ അവിടെ നിന്ന് അറിഞ്ഞാലും രക്ഷപ്പെടാൻ പറ്റാത്തത് കൊണ്ടാണ്. കാരണം ഈ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് മുകളിൽ നിന്ന് കല്ല് വരുന്നു, തടി വരുന്നു. രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ താൻ കെട്ടിയുണ്ടാക്കിയ, തൻ്റെ എല്ലാ സ്വപ്നങ്ങൾ കൊണ്ടും കെട്ടിയുണ്ടാക്കിയ വീടാണ് ഇടിഞ്ഞ് പുറത്തൂടെ വീഴുന്നത്. അപ്പോൾ മതിലിടിഞ്ഞ് വീഴുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് വെള്ളവും കൂടെ വരുമ്പോൾ വലിയ ശബ്ദത്തോടു കൂടിയാണ് വെള്ളം വരുന്നത്. നല്ല കാറ്റുണ്ടായിരിക്കും, അതിഭയങ്കരമായ കാറ്റ് കാണും. അപ്പോൾ കറണ്ട് പോയി കാണും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചാൽ പോലും പറ്റാതെ. പിന്നെ രാത്രിയാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ക്യാമ്പുകളിലേക്ക് ആളുകൾ പോകാറില്ല. ക്യാമ്പുകളിൽ പോകാത്തത് ഞാൻ ഈ പറഞ്ഞ പോലെ തൊട്ടടുത്ത സ്കൂളാണ് ക്യാമ്പ്. അവിടുത്തെ സൗകര്യങ്ങൾ നോക്കുമ്പോൾ നേരത്തെ മുൻ അനുഭവങ്ങൾ അവർക്കുണ്ടായിരിക്കും. പെൺകുട്ടികളടക്കം എല്ലാവരും ക്യാമ്പിൽ പോയി താമസിക്കണം, വീട്ടിൽ സുഖമായി കഴിയുന്നവരാണ്. അവിടെ നിന്ന് നമ്മൾ നാടൻ ഭാഷയെ പറഞ്ഞാൽ സ്മാളുമൊക്കെ അടിച്ച് കപ്പയും ബീഫും എല്ലാം കഴിച്ച് അല്ലെങ്കിൽ ചിക്കനൊക്കെ കഴിച്ച് വളരെ സന്തോഷത്തോടെ ചാനലുകൾ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരുടെ കൂടി നിങ്ങൾ സ്കൂളിൽ വരൂ എന്ന് പറഞ്ഞാൽ അവിടെ ആകപ്പാടെ കിട്ടുന്ന ഭക്ഷണവും വീട്ടിൽ നിന്ന് കൊണ്ടുപോകണ വസ്ത്രവും ആയിരിക്കും. പിന്നെ മെഡിസിൻ ചിലപ്പോൾ അവിടെ നിന്ന് കൊടുക്കും, ചിലപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം. ഇതേ സ്കൂളിൽ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ ദുരിതാശ്വാസത്തിന് മുമ്പ് ഇതേ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ദുരന്തത്തിന് മുമ്പ്. അപ്പോൾ അതിൽ ആളുകൾ ഒരു മടിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഇതെല്ലാം കൂടെ ചേർന്നതാണ്. അല്ല ആളുകളെ കുറ്റം പറയേണ്ടത് നമ്മൾ. ഇതെല്ലാം കൂടെ ചേർന്നതുകൊണ്ടാണ് അവിടെ ഈ ദുരന്തം ഇത്രയും വലിയ ആഘാതത്തിലേക്ക് പോയത്. കോറികളും ഉരുൾപൊട്ടലുമായി ബന്ധമുണ്ടോ? കോറികളും നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അശാസ്ത്രീയതയുമായിട്ടൊക്കെ ആശങ്ക എന്താണ്? അതിൻ്റെ ആശങ്ക എന്താണ്? കോറികളെ സംബന്ധിച്ച് ശാസ്ത്ര സമൂഹത്തിൽ രണ്ട് അഭിപ്രായം കിടപ്പുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്ത് തന്നെ പോകണം. ഒന്ന്, കോറി വന്നതുകൊണ്ട് ലാൻഡ് സ്ലൈഡിനെ പോലുള്ള കാര്യങ്ങളെ, ഉരുൾപൊട്ടൽ കാര്യങ്ങളെ ട്രിഗർ ചെയ്യുന്നില്ല, കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊരു വാദമുണ്ട്. എന്നാൽ വേറെ ചില വാദങ്ങളും പഠനങ്ങളുമുണ്ട്. ഇതൊക്കെ ശാസ്ത്രത്തിൻ്റെ പരിമിതികളും കൂടായിട്ട് ചർച്ച ചെയ്യണം. ഒരു പ്രദേശത്ത്, പ്രത്യേകിച്ച് മലനിരകളിൽ മഴ പെയ്യിക്കുന്നതിൽ എയറോസോളുകൾ എന്ന് പറയുന്ന പൊടിപടലങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അതുപോലെ തന്നെ ഭൂഗുരുത്വാകർഷണത്തിനും വലിയ പങ്കുണ്ട്. മഴയെ താഴോട്ട് വലിച്ചു ഇടുന്നത്. കോറി പണിത് കഴിഞ്ഞാൽ, ഒരു കോറി വന്നാൽ, ഖനനം നടത്തിയാൽ, കോറി ആയിക്കോട്ടെ മറ്റ് ഖനികളായിക്കോട്ടെ, ഖനികൾ വന്നാൽ അതിൽ ഡ്രമർ വയ്ക്കുന്നതുകൊണ്ടും പൊട്ടിക്കുന്നതുകൊണ്ടും ധാരാളം പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വരുമെന്നും ഇത് മഴയെ ട്രിഗർ ചെയ്യുന്ന, മഴയെ വലിച്ചു കൂട്ടുന്ന ഒരു ഫാക്ടറാണെന്നും ഒരു വാദമുണ്ട്. ഇനി കോറി എന്ന് പറയുന്നത് എവിടെ ചെയ്യണം, എത്ര ചെയ്യണം, അതും വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഒരു കോറി ഉണ്ടെങ്കിൽ ആ കോറിയിലേക്ക് ഒരു റോഡ് പണിതിരിക്കും. ആ റോഡെന്ന് പറഞ്ഞാൽ ടാറിട്ട റോഡൊന്നുമല്ല, ചെറിയ പാത്ത് ആയിരിക്കും. ഒരു മറ്റേ ആ വണ്ടിയുടെ പേരെന്താ, നമ്മൾ ടിപ്പർ ലോറിക്ക് കയറാൻ പോകുന്ന ഒരു സംവിധാനം ഇട്ടിരിക്കും. അത് കോറി കഴിയുമ്പോൾ അതങ്ങ് പോവുകയും ചെയ്യും. ആ റോഡ് പണിതിരിക്കുന്നത് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത രീതിയിലായിരിക്കും ഇത് പണിതിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിലൊക്കെ പലപ്പോഴും എന്ത് സംഭവിക്കും? ഉരുൾപൊട്ടൽ പോലുള്ള മണ്ണിടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ രണ്ട് വാദമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കോറിക്ക് ഡയറക്റ്റായിട്ട് ഉരുൾപൊട്ടലിനെ ആയിട്ട് വലിയ ട്രിഗർ ചെയ്യുന്നില്ല എന്നൊരു വാദവുമുണ്ട്. അതേസമയം കോറി പൊട്ടിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അന്തരീക്ഷത്തിലേക്ക് വരുന്ന പൊടിപടലങ്ങളും മറ്റു കാര്യങ്ങളും കൊണ്ട് മഴയെ കൂട്ടുവാനും, അതുപോലെ തന്നെ കോറിക്കടുത്ത് മണ്ണ് ഉള്ള പ്രദേശങ്ങളുടെ മണ്ണിന് കുലുക്കമുണ്ടാകാനും അവിടുത്തെ അടുത്തത്തെ ജിയോളജിക്കൽ സ്ട്രക്ചറിന് പ്രശ്നമുണ്ടാകാനും സാധ്യത ഉണ്ടെന്നുള്ള മറ്റൊരു വാദവുമുണ്ട്. ലൈസൻസ് ഉള്ള കെട്ടിടങ്ങൾ വയ്ക്കുമ്പോൾ 22 ഡിഗ്രി കൂടുതൽ സ്ലോപ്പിൽ കൂടുതൽ കെട്ടിടങ്ങൾ വച്ചാൽ
സ്വാഭാവികമായിട്ട് അത് ഉരുൾപൊട്ടൽ പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് താഴേക്ക് കൊണ്ടുവരും. ഫ്ലഡുള്ള സ്ഥലങ്ങളിൽ വീട് വയ്ക്കുമ്പോൾ, ഫ്ലഡ് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് വീട് വെച്ചാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മൾ വെള്ളത്തെ തടസ്സപ്പെടുത്തിയാൽ, വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിയാൽ അത് അതിൻ്റെ വഴി കണ്ടുപിടിക്കും. ഭൂമിയിൽ വെള്ളം വന്നാൽ, വെള്ളം ഒഴുകാൻ തുടങ്ങിയാൽ അതിന് പോകാൻ വഴി ഉണ്ടായേ പറ്റൂ. അപ്പോൾ നമ്മൾ പ്രളയതടത്തിൽ കൈവയ്ക്കുമ്പോൾ അത് വഴിമാറും. ഉദാഹരണം നോക്കൂ, ഈ ചാലിയാർ പുഴയുടെ മൗത്ത് കൂടിയാണ് ഇപ്പോൾ ഈ ഉരുൾപൊട്ടലുണ്ടായത് വയനാട്ടിൽ. പുഴ രണ്ടായി. എങ്ങനെ രണ്ടായി? ഒന്നായി ഒഴുകാൻ അതിന് പറ്റുന്നില്ല. അത്രമാത്രം വെള്ളം വന്നപ്പോൾ അതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ രണ്ടായി. ഇങ്ങനെ രണ്ടാവും, മൂന്നാവും. പമ്പയാറ് 18,000 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രേറ്റർ പമ്പ എന്ന് പറഞ്ഞ് പമ്പ, മണിമല, അച്ചൻകോവിലാറ് ഒന്നിച്ച് കിടന്നതാണ്. 12,000 വർഷങ്ങൾക്ക് മുമ്പാണ് അത് രണ്ടായത്. 6,000 വർഷങ്ങൾക്ക് മുമ്പാണ് അത് 3 നദിയായത്. സൂര്യപ്രകാശത്തെ പ്രതിരോധിക്കുന്ന, അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൽ നിന്ന് വീടുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചരിഞ്ഞ ഓടിട്ട കെട്ടിടങ്ങളായിരുന്നു. അപ്പോൾ ചരിഞ്ഞ കെട്ടിടമാണ്, അതിൻ്റെ ഇടയ്ക്ക് നല്ല ഗ്യാപ്പുണ്ട്. അപ്പോൾ വായുവിന് സഞ്ചരിക്കാം, പ്രകാശത്തിന് സഞ്ചരിക്കാം, ചൂട് വരികയുമില്ല. ഇന്ദ്രപ്രസ്ഥം മുതൽ കേരള തലസ്ഥാനം മുതൽ പുത്തുമല മുതൽ എവിടെ എടുത്താലും മനുഷ്യർ താമസിക്കാൻ പോയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം അവൻ പ്രകൃതിയെ അറിയാതെ, അവന് ഇഷ്ടമുള്ള സാങ്കേതിക വിദ്യകൾ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ ആ സാങ്കേതിക വിദ്യകളെല്ലാം അവിടുത്തെ മണ്ണും വെള്ളവും പരിസ്ഥിതിയും ഒന്നും മനസ്സിലാക്കാതെ ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കും. പ്രകൃതിക്ക് പക്ഷേ നിയതമായ വഴികളുണ്ട്, നിയതമായ രീതികളുണ്ട്. അത് അതിൻ്റെ വഴി എടുത്തുകൊണ്ട് തന്നെ ഇരിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. വെള്ളത്തിൽ നിന്നാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ കറണ്ടുണ്ട്, അതിനകത്തൊരു ഫോഴ്സ് ഉണ്ട്, ഒരു എനർജി ഒളിപ്പിച്ച് വെച്ചാണ് ഈ വെള്ളം ഒഴുകുന്നത്. ആ എനർജി ഭൂമിയുടെ മുകളിലൂടെ ഒഴുകുമ്പോൾ കുറച്ച് മര്യാദയ്ക്ക് ഒഴുകും. സ്ലോപ്പിൽ ചാടിക്കഴിഞ്ഞാൽ അവൻ വളരെ വേഗത കാണിക്കും. അങ്ങനെ സ്ലോപ്പ് ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് മൂലമറ്റത്ത് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്. ഇനി ഇവൻ വേറൊരു വേല കാണിക്കും. അണ്ടറിലേക്ക് പോയാൽ, നദിയുടെ താഴേക്ക് പോയാൽ ഇവൻ കറങ്ങും. മിക്സിയിൽ കറങ്ങും പോലെ ഇവൻ കിടന്ന് കറങ്ങും. അവിടെ അർജുൻ്റെ അവിടെ സംഭവിച്ചതാണ്, ഗംഗാവലി സംഭവിച്ചതാണ്. ഉപരിതല നീരൊഴുക്ക് ഓക്കെ, പക്ഷേ അവൻ അടിയിലോട്ട് കയറി കഴിഞ്ഞാൽ അവനൊരു അണ്ടർ കറൻസ് ഉണ്ട്. അതാണ് കുഴപ്പമുണ്ടാക്കുന്നത്. ഈ അണ്ടർ കറൻസിൻ്റെ വലിയ കറണ്ട് ഉണ്ട് ഇവിടെ കടലിൽ, അതാണ് ചുഴി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി വെച്ചുകൊണ്ട് വേണം നമ്മൾ ഒരു പ്രദേശത്ത് ഇനി വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടത്. ഔദ്യോഗിക സംഘടനാ സംവിധാനം എന്താണ്? അതിൽ പിഴവുണ്ടോ? അടുത്തത് എന്ത്? 2004 ഡിസംബറിലെ വന്ന സുനാമിയെ തുടർന്നാണ് 2005 നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് വരുന്നത്. പാർലമെൻറ്റാണ് ആക്ട് പാസ്സാക്കിയത്. എല്ലാ സംസ്ഥാനങ്ങളിലും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റികളും സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റികളും രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ചെയർമാൻമാരെന്ന് പറയുന്നത് മുഖ്യമന്ത്രിമാരാണ്. പിന്നെ ചീഫ് സെക്രട്ടറിയാണ് അതിൻ്റെ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ചീഫ് സെക്രട്ടറിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിക്ക് മറ്റ് സാങ്കേതിക വിദഗ്ധരും മറ്റ് ഉൾപ്പെടുന്ന സമിതികൾ വേണമെന്നാണ് അതിൻ്റെ രൂപഘടന. ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ ചെയർമാൻമാരായിട്ടുള്ള അല്ലെങ്കിൽ ചെയർപേഴ്സൺമാരായിട്ടുള്ള ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനവുമുണ്ട്. അത് കഴിഞ്ഞിട്ട് താഴേക്ക് വരുമ്പോൾ വില്ലേജ് അടിസ്ഥാനത്തിൽ ഒരു സംവിധാനവുമുണ്ട്, വില്ലേജ് ഓഫീസർ ആയിട്ടുള്ള സംവിധാനവുമുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഘടന. ഇനി ഇത് കേരളത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഈ പറയുന്ന പോലെ വളരെ സജീവമായി തുടങ്ങിയത് നമ്മുടെ 2005 ശേഷം ഇങ്ങനെ സജീവമായി. ഇപ്പോൾ 16 ശേഷം അവർ സജീവമായി ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ ഇപ്പോൾ ഇരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ നമുക്ക് റെസ്പെക്റ്റ് ഉള്ളവരാണ്, അവർ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. വളരെ എല്ലാ ആദരവും നിലനിർത്തി പറയട്ടെ, സയൻറ്റിഫിക് ആളുകൾ ഇരിക്കേണ്ട സ്ഥലങ്ങളിൽ, സയൻറ്റിഫിക് ആളുകളെന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഇരിക്കേണ്ട സ്ഥലങ്ങളിൽ ഏറ്റവും ജൂനിയറായിട്ടുള്ള ആളുകളാണ് ഇരിക്കുന്നത്. മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്ന ആൾ തന്നെ അങ്ങനെ ഒരു പോസ്റ്റ് ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇല്ല. അദ്ദേഹത്തിന് വേണ്ടി സൃഷ്ടിച്ചതാണ് മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റ്. അത് ഏത് ഗവൺമെൻറ് ആര് എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യുന്ന വേറെ വിഷയം. അപ്പോൾ മെമ്പർ സെക്രട്ടറി ആയിട്ടുള്ള പോസ്റ്റ് വന്നു. അദ്ദേഹം ഒരു പ്രോജക്റ്റിൽ സയൻറ്റിസ്റ്റ് ആയിരുന്നു. ഒരു പ്രോജക്റ്റിലൂടെ അവിടെ വന്നു. അത് വന്നതും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിലല്ല, റവന്യൂ വകുപ്പിലുള്ള മറ്റൊരു ചെറിയ പ്രോജക്റ്റിൽ വരുന്നു. അവിടെ ഇരുന്ന് അദ്ദേഹം ഭരണരംഗത്തുള്ളവരെയൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കി, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവ് കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സ്വാധീനിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജാതി മത വർഗ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകൾ ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ടായിരിക്കും. എന്താണെന്ന് എനിക്കറിയത്തില്ല. പുള്ളിക്ക് അനുദിനം ഒരുപാട് പോസ്റ്റുകൾ കിട്ടുന്നു. പുള്ളിയുടെ കൂടെയുള്ള ടീമെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുപ്പക്കാരാണ്, വളരെ ചെറുപ്പക്കാരാണ്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. അവരാരും വേറെ ഒരു സ്ഥാപനത്തിലും വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളല്ല ഫുൾ ടൈം ഉള്ളത്. ബാക്കിയെല്ലാം പാർട്ട് ടൈമും കുറേ ആളുകളെയൊക്കെ ഒരു കൺസൾട്ടൻ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊന്നും നടക്കുന്നില്ല. ഇദ്ദേഹം ഇപ്പോൾ മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്ന ആൾ 3 പോസ്റ്റ് ഒരേ സമയം ഹോൾഡ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം സയൻറ്റിസ്റ്റ് ഹെഡ് എന്നാണ് ഒരു പോസ്റ്റ്, പ്രൊഫസറുടെ സാലറിയാണ് വാങ്ങുന്നത്. ഇതെല്ലാം ഞാനിതൊക്കെ ഒരു ചാനൽ വഴി പറയുന്നത്
ഇതെല്ലാം ഇനി തിരുത്തിക്കൊണ്ടേ കേരളത്തിന് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഇന്നലെ തന്നെ കഴിഞ്ഞ കുറേ ദിവസമായി പത്രങ്ങളിലൊക്കെ ഈ വാർത്തകൾ വരികയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിൻ്റെ ഘടന മാറണം. അത് കുറേ മന്ത്രിമാരുടെ ഒരു ഉപസമിതി പോലെയാണ് അത് പോകുന്നത്. അത് ഘടന മാറണമെങ്കിൽ ഇന്ത്യയിലും ആ ഘടന മാറണം, കേരളത്തിലും ആ ഘടന മാറണം. അതിൽ ഫുൾ ടൈം സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥരെ, എക്സ്പീരിയൻസിലുള്ള സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥരെ അതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യണം. അവർ കുറേ അധികം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ലാതെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കേരളത്തിൽ ഈ 2016 വരൾച്ച മുതൽ ഇങ്ങോട്ട് 8 വർഷം എടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല. അതിനുള്ള അനുഭവ സമ്പത്ത് അവർക്കില്ല. അവർ ഭരണാധികാരികൾക്ക്, മുഖ്യമന്ത്രിക്കടക്കമുള്ള ഭരണാധികാരികൾക്ക് കൊടുക്കുന്ന പല മെസ്സേജുകളും റോങ് മെസ്സേജുകളാണ്, ഫാൾസ് മെസ്സേജുകളാണ്. കാരണം ഓറഞ്ച് അലർട്ട് വന്നാൽ ബി പ്രിപ്പയർഡ് എന്നാണ്, തയ്യാറായിരിക്കണമെന്നാണ്. പിന്നെ റെഡ് അലർട്ട് വന്നാൽ റണ്ണവേ, അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടോണം, ആക്ഷൻ എടുത്തു കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഓറഞ്ച് അലർട്ട് വരുമ്പോഴേ തയ്യാറെടുക്കേണ്ടതാണെന്ന് എന്നൊരു സംവിധാനം താഴേക്ക് ജനങ്ങളെ പഠിപ്പിക്കണം. അതുപോലെ തലേ ദിവസം അവിടെ കുറേ കാര്യങ്ങൾ നടന്നു ഉരുൾപൊട്ടലിൽ, ആ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത് സംബന്ധിച്ചുള്ള ലിറ്ററേച്ചറുകളുടെ വർക്കുകളിൽ വളരെ പിറകിലാണ് കേരളം. മാപ്പ് ഉണ്ടാക്കിയിരിക്കുന്നതിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സെൻറ്റർ ഫോർ റിസർച്ച് സ്റ്റഡീസും 1:50,000 എന്ന തോതിലുള്ളൊരു ഭൂപടമാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ 50,000 സ്ഥലത്തുള്ള 500 മീറ്റർ സ്ഥലത്തുള്ള കാര്യങ്ങൾ 1 സെൻറ്റിമീറ്ററിൽ എന്നുള്ള നിലയിലാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ 500 മീറ്റർ സ്ഥലത്തുള്ള റോഡും പുഴയും തോടും പള്ളിയും അമ്പലവും എല്ലാം 1 സെൻറ്റിമീറ്റർ സ്ഥലത്തേക്ക് വരച്ചാൽ വളരെ മൈന്യൂട്ടായിട്ട് മാത്രമേ അത് കാണാൻ പറ്റൂ. ഉദാഹരണം, ഇവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് ഒരു 1/2 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്തെ കാണുന്ന സവിശേഷതകളെല്ലാം കൂടി ഒരു പടത്തിനകത്ത് 1 സെൻറ്റിമീറ്റർ സ്ഥലത്ത് കാണിച്ചാൽ എങ്ങനെയാണത് വിശദമായി മനസ്സിലാക്കാൻ പറ്റുക? അതുകൊണ്ട് 1:40 മീറ്റർ എന്ന് പറയുന്ന വില്ലേജ് ഓഫീസുകളിലിരിക്കുന്ന കഡസ്ട്രൽ ഭൂപടങ്ങളിൽ, വില്ലേജ് ഭൂപടങ്ങളിൽ ഇത് വരയ്ക്കണം. അപ്പോൾ 40 മീറ്റർ സ്ഥലത്തേക്കുള്ള കാര്യങ്ങൾ 1 സെൻറ്റിമീറ്റർ സ്ഥലത്ത് കാണിക്കാൻ പറ്റും. ഇത് കേരളത്തിൽ നടന്നിട്ടില്ല. ഇപ്പോൾ വച്ചുള്ള മാപ്പ് വെച്ച് ഒന്നും ചെയ്യാനില്ല. രണ്ടാമത്തെ കാര്യം, ഡേറ്റാബേസ് താഴെ തലങ്ങളിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. നമുക്ക് വളരെ കുറച്ച് റെയിൻ ഗേജുകളേ ഉള്ളൂ. ജില്ലയ്ക്കൊന്നാകെയാണ് മഴ പറയുന്നത്. IMD ജില്ലയ്ക്കൊന്നാകെ മഴ പറയുമ്പോൾ, റെഡ് അലർട്ട് എന്ന് ജില്ലയ്ക്കൊന്നാകെ പറയുമ്പോൾ 10 ലക്ഷത്തിലധികം വരുന്ന വയനാട് ജില്ലയിൽ ജില്ലയ്ക്കൊന്നാകെ ഒരു മഴ പറഞ്ഞാൽ ബുദ്ധിമുട്ട് വരും ആളുകളെ മാറ്റാൻ. അതേസമയം അവിടെ 200ഓളം റെയിൻ ഗേജുകൾ ഒരു പ്രൈവറ്റ് ഏജൻസി കൊടുത്തിരിക്കുന്നു. അവിടെ നിന്ന് അവർ മഴ അളക്കുന്നുണ്ട്. അപ്പോൾ സംസ്ഥാനത്ത് 800-ലധികം ഏജൻസികൾ, 800ഓളം സ്ഥലങ്ങളിൽ വിവിധ ഏജൻസികൾ മഴവെള്ളം ഈ നമ്മുടെ മഴയെ അളക്കുന്നുണ്ട്. IMD ഉണ്ട്, യൂണിവേഴ്സിറ്റികൾ അളക്കുന്നു, ISRL അളക്കുന്നു, വിമാനത്താവളങ്ങളിൽ അളക്കുന്നുണ്ടാവും. പിന്നെ അതുപോലെ നമ്മുടെ ഈ പ്രൈവറ്റ് പാർട്ടികളും അളക്കുന്നു. ഇതൊന്നും കൺസോൾഡേറ്റ് ചെയ്യപ്പെടുന്നില്ല, ഈ റിപ്പോർട്ടുകളൊന്നും. ഇതൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഗൗരവമായി കൺസോൾഡേറ്റ് ചെയ്ത് ആളുകൾക്ക് വിവരങ്ങൾ കൊടുക്കേണ്ടതാണ്. ആ പ്രോസസ്സൊന്നും അവിടെ നടക്കുന്നില്ല. അതിനുള്ളൊരു അനുഭവ സമ്പത്തുള്ള ആളുകളൊന്നും അതിനകത്തില്ല എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ഏറ്റവും വലിയ പരിമിതി. അവിടെ 3 പോസ്റ്റുകൾ ഒരാൾ ഹോൾഡ് ചെയ്യുകയും ആ 3 പോസ്റ്റിലും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് ഒരു ധാരണയില്ലാത്തത് രീതിയിലൊക്കെയാണ് നമ്മൾ കാണുന്നത്. അറിയാമായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന്, പക്ഷേ നമ്മൾ പുറത്ത് കാണുന്നത് അതൊന്നുമല്ല. പുറത്ത് കാണുന്നത് ഓരോ ദുരന്തം വരുമ്പോഴും നമ്മളിങ്ങനെ പറയുന്നു. എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പറയുന്നതെന്ന് കൂടി പഠിച്ചാൽ ജനങ്ങൾക്ക് നന്നായിരിക്കും. 3 ഫേസാണുള്ളത് ഡിസാസ്റ്ററിന്. ഒന്ന്, ഒരു ഡിസാസ്റ്റർ എന്ന് പറഞ്ഞൊരു കാര്യമില്ല യഥാർത്ഥത്തിൽ, അങ്ങനെ പഠിച്ചു വെക്കണം. എന്താണുള്ളത്? പ്രകൃതിയുടെ പ്രതിഭാസങ്ങളാണ്. ഭൂകമ്പം, ഉരുൾപൊട്ടൽ, ഫ്ലഡ്, വെള്ളപ്പൊക്കം, വരൾച്ച, പിന്നെ കാറ്റിൻ്റെ സ്ഥിതി, ഇങ്ങനെ പ്രതിഭാസങ്ങളെ ഭൂമിക്കുള്ളൂ. ഭൂമിക്ക് ഒരു ദുരന്തവുമില്ല. പക്ഷെ പ്രതിഭാസം നടക്കുന്നിടത്ത് ആളുകളുണ്ടെങ്കിൽ, സ്വത്തുക്കളുണ്ടെങ്കിൽ അതിന് നാശം വരും. അപ്പോൾ ദുരന്തമാകും, ആക്സിഡൻറ്റ് ഒക്കെ വരും. ഇപ്പോൾ റോബോട്ട് വണ്ടി ഓടിച്ചാൽ ദുരന്തമില്ലല്ലോ. അതുപോലെ നമ്മൾ സംസാരിക്കുമ്പോൾ അനുനിമിഷം കടലിൽ സുനാമി ഉണ്ടാകുന്നു, എന്തുകൊണ്ട് വാർത്ത വരുന്നില്ല? സിംഗപ്പൂരിൽ ഭൂകമ്പം ഉണ്ടാകുന്നു, ജപ്പാനിൽ, എന്തുകൊണ്ട് വാർത്ത വരുന്നില്ല? അവരതിൽ നിന്ന് രക്ഷപ്പെട്ടു, രക്ഷപ്പെടാൻ അവർ പഠിച്ചു. അപ്പോൾ ദുരന്തമാകുന്നത് മനുഷ്യനും വസ്തുക്കൾക്കും കുഴപ്പം വരുമ്പോഴാണ്. അതുകൊണ്ടാണ് 3 ഘട്ടം പറയുന്നത്. ഒന്നാമത്തെ ഘട്ടം പ്രിപ്പയർഡ്നെസ്, തയ്യാറെടുക്കലാണ്. എന്തിന് തയ്യാറെടുക്കാൻ? ഒരു സംഭവം ഉണ്ടായാൽ അത് മനുഷ്യരെയും സ്വത്തിനെയും ജീവനെ ബാധിക്കാതിരിക്കാനുള്ള തയ്യാറെടുപ്പ്, പ്രിപ്പയർഡ്നെസ് സ്റ്റേജ്. 2, ഇൻസിഡൻറ്റ് നടക്കുന്ന സമയം, ഇപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായി ആ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ. 3,
റെസ്ക്യൂ ആൻഡ് റിക്കവറി. റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ ജീവനെ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ. ഇപ്പോൾ അർജുന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ശ്രമിച്ചത്. ഇപ്പോൾ അർജുന് വേണ്ടി നടക്കുന്ന പ്രോസസ്സിനെ റിക്കവറി എന്ന് പറയാം. കാരണം ആൾറെഡി ചിലപ്പോൾ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് റിക്കവറി എന്ന് പറയാം. അപ്പോൾ റിക്കവറി ഉണ്ട്. റിക്കവറിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്റ്റേജ് ഉണ്ട്, റീഹാബിലിറ്റേഷൻ. ആളുകളെ ഈ 3-4 ഘട്ടമുണ്ട്. കേരളത്തിൽ ഒരു കാര്യത്തിൽ നമ്മൾ സക്സസ് ആണ്. അത് മലയാളിയുടെ ഒരു വികാരവും കൂടിയായി നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഫ്ലഡ് വന്നു, എല്ലാവരും കൂടി ഇറങ്ങി നമ്മൾ രക്ഷിച്ചു. മത്സ്യത്തൊഴിലാളികളും എല്ലാവരും ഇറങ്ങി രക്ഷിച്ചു. നമ്മൾ ഉരുൾപൊട്ടി, സൈന്യവും നമ്മളും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും സകല ആളുകളും അവിടെ പോയി രക്ഷാപ്രവർത്തനം നടത്തി. പറ്റുന്ന ആളുകളെല്ലാം രക്ഷിച്ചിട്ടുണ്ട്. രക്ഷിച്ചവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്നു, എല്ലാ സംവിധാനം കൊടുക്കുന്നു. ഇത് കഴിയുമ്പോൾ പക്ഷെ നമ്മൾ മറന്നുപോകും. 4ാം ഘട്ടം എന്ന് പറയുന്നത് വളരെ പൂറാണ്. നമ്മൾ 1ാം ഘട്ടത്തിൽ വളരെ വളരെ പൂറാണ്. 1ാം ഘട്ടം എന്ന് പറഞ്ഞാൽ പ്രിപ്പയർഡ്നെസ് ഘട്ടത്തിൽ മഴ എപ്പോൾ വരുന്നു, മഴ എത്ര വരും, ഏത് പ്രദേശത്ത് വരുന്നു, ആരെ ഇവാക്യുവേറ്റ് ചെയ്യണം, എന്തെല്ലാം നിയമങ്ങൾ ഉപയോഗിക്കണം, ഇതിലൊക്കെ നമ്മൾ വളരെ ഫെയിലിയറാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞ് പോകണം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് സ്റ്റേറ്റ് ചീഫ് സെക്രട്ടറി എന്ന് പറയുന്ന ആൾ, അദ്ദേഹമാണല്ലോ എക്സിക്യൂട്ടീവിൻ്റെ ഹെഡ്. അദ്ദേഹം കമാൻഡർ ഇൻ ചീഫാണ്. ഇത് നമ്മൾ അടങ്ങിയിരിക്കേണ്ട ഒരു കാര്യം. കമാൻഡർ ഇൻ ചീഫ് എന്ന് പറഞ്ഞാൽ ഒരു ഒക്കറൻസ് ഉണ്ടായാൽ, ആ വാക്കതാണ്, ഒരു സംഭവം ഉണ്ടായാൽ അദ്ദേഹത്തിന് പിന്നെ ഒരു ഓർഡർ പോലും വേണ്ട. ഗവൺമെൻറ് ഓർഡർ പോലും വേണ്ട. മറ്റേതാണെങ്കിൽ ഓർഡറൊക്കെ വേണം പ്രവർത്തിക്കണമെങ്കിൽ. ഓർഡർ പോലും ഇല്ലാതെ പുള്ളിക്ക് സുവമോട്ടോ കമാൻഡർ ഇൻ ചീഫായിട്ട് അങ്ങ് ആക്ട് ചെയ്യാം. നമ്മൾ വേണമെങ്കിൽ അത് തൊപ്പി എടുത്ത് വയ്ക്കാമെന്നൊക്കെ ഞങ്ങൾ കളിയാക്കി പറയും. യൂണിഫോം എടുത്തിടാം. ആ കമാൻഡർ ഇൻ ചീഫ് യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ആ സംസ്ഥാനത്തെ ഏത് സംവിധാനത്തെയും വിത്തൗട്ട് പെർമിഷൻ ഓപ്പറേറ്റ് ചെയ്യാം. ഉദാഹരണം, എനിക്കൊരു JCB ഉണ്ട്, ഇവിടെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, JCB ഞാൻ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കുറേ വാടക കൂടുതൽ വെച്ചു, അല്ലെങ്കിൽ എനിക്കിപ്പോൾ മനസ്സില്ല തരാൻ, എൻ്റേതാണ് JCB എങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിട്ടിട്ട് കരുതൽ തടങ്കലിൽ വെച്ചിട്ട് JCB എടുത്തുകൊണ്ട് പോവാം. വാടക പോലും തരണ്ട. അത്ര കർശനമായിട്ടുള്ള നിയമപരിരക്ഷ കൊടുക്കുന്നതാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഓപ്പറേഷൻ അനന്ത നടത്താൻ പറ്റിയത്. അന്നത്തെ ചീഫ് സെക്രട്ടറി ആ നിയമമാണ് ഇവോക്ക് ചെയ്തത്, പ്രയോഗിച്ചത്. അതുകൊണ്ടാണ് 1036 കെട്ടിടങ്ങൾ ഇടിച്ച് നിരത്താൻ പറ്റിയത്. നമുക്ക് ആവശ്യമുള്ള ഒരാൾ കേസിന് പോയി, സുപ്രീം കോടതി പോയി, പക്ഷേ എങ്കിലും ആ കേസ് പിന്നെ അങ്ങനെ നിൽക്കുന്നു. ഇനി വേറെ തമാശയുണ്ട്. സ്റ്റേറ്റ് ഇൻസിഡൻറ്റ് കമ്മീഷണറുണ്ട്. ഡിസ്ട്രിക്റ്റിൽ കളക്ടർ ആരാ? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ചെയർമാൻ ഓർ ചെയർപേഴ്സൺ ആൻഡ് ഡിസാസ്റ്റർ ഇൻസിഡൻറ്റൽ കമാൻഡറാണ്, കമ്മീഷണറാണ്. എന്തൊരു അധികാരമാണ് അവർക്ക്! ആരെയും പ്രയോഗിക്കാം, ആരെയും വിളിക്കാം, ഏത് സംവിധാനത്തെയും വിളിക്കാം. പക്ഷേ ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, ഫലപ്രദമായി പ്രവർത്തിക്കുന്നില്ല. പലർക്കും അത് അറിയാമോന്നും എന്നെ അറിയത്തില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് ആ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. ഒരു ലാസ്റ്റ് മാൻ കണക്ടിവിറ്റി ഉണ്ട് അതിനകത്ത്. ലാസ്റ്റ് മാൻ ആരാ? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനത്തിലാണ്, അല്ലാതെ ആളുകളല്ല. ആ ലാസ്റ്റ് മാൻ എന്ന് പറയുന്നത് വില്ലേജ് ഓഫീസറാണ്. നമ്മളെ സംവിധാനത്തിൽ വില്ലേജ് ഓഫീസർ അറിയണം ഈ സംവിധാനങ്ങൾ എങ്ങനെയാണെന്ന്. അപ്പോൾ പുത്തുമലയിലെ മേപ്പാടി പഞ്ചായത്തിലെ വില്ലേജ് ഓഫീസർക്ക് അറിയണം അവിടെ എത്ര ഡിഗ്രി സ്ലോപ്പ്, എന്താണ് അവിടുത്തെ ചരിവ്, എത്രയാണ് മഴ വന്നത്, എപ്പോഴാണ് ആളെ മാറ്റേണ്ടത്, എങ്ങോട്ടാണ് മാറ്റേണ്ടത്, അതിൻ്റെ സുരക്ഷിത സ്ഥലം, ഇതെല്ലാം ആർക്കറിയണം? വില്ലേജ് ഓഫീസർക്കാർ. പക്ഷേ അങ്ങനെ ലാസ്റ്റ് മാൻ കണക്ടിവിറ്റി ഇവിടെ ഇല്ല. സ്റ്റേറ്റ് ലെവലിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. ഈ മന്ത്രിമാരെ കമ്മിറ്റി ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി ചെയർമാനുള്ള ഒരു കമ്മിറ്റി പറഞ്ഞു. അതിന് താഴെ സ്റ്റേറ്റ് ലെവൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. അത് റവന്യൂ മന്ത്രിയാണ് അതിൻ്റെ ചീഫ് സെക്രട്ടറിയാണ് അതിൻ്റെ ആൾ. അപ്പോൾ ചീഫ് സെക്രട്ടറി, എല്ലാ സെക്രട്ടറിമാരും ഉണ്ട് അതിനകത്ത്, എല്ലാ വകുപ്പിൻ്റെ സെക്രട്ടറിമാരുണ്ട്. അത് വർഷത്തിൽ പലവട്ടം കൂടണം. ഡിസാസ്റ്റർ ഇല്ലെങ്കിലും കൂടണം. അതാണ് രസം. ഡിസാസ്റ്റർ ഒന്നും വേണ്ട, കൂടണം. കൂടിയിട്ട് ഒരു ഡിസാസ്റ്റർ വന്നാൽ എന്തൊക്കെ ചെയ്യാനുള്ള തയ്യാറെടുപ്പ് ഏതേത് ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട്. ഡിസാസ്റ്റർ ഉണ്ടായതിന് ശേഷമല്ല ഫയർഫോഴ്സിന് വാഹനമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത്. ഡിസാസ്റ്ററിന് മുമ്പേ വാഹനം ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഏതൊക്കെ എടുത്താലും. അപ്പോൾ അത് എപ്പോൾ ഉറപ്പുവരുത്തണം? ഓരോ മഴക്കാലത്തിന് മുമ്പ് ഈ കമ്മിറ്റി കൂടണം. സ്റ്റേറ്റ് ലെവലിൽ, ജില്ലാതലത്തിൽ, താഴെത്തലങ്ങളിൽ കൂടണം. ഓരോ ഒക്കറൻസ് വരുന്ന അപ്പോൾ ഫ്രീക്വൻ്റായിട്ട് 2-3 മാസത്തിലൊരിക്കൽ ഈ കമ്മിറ്റി എന്ത് ചെയ്യണം? കൂടി ഒരു അജണ്ട ഇല്ലെങ്കിലും പ്രിപ്പയർഡ്നെസ് എന്നുള്ള അജണ്ട വെച്ചുകൊണ്ട് തയ്യാറെടുപ്പുകൾ നടത്തണം. അതൊന്നും എന്ത് ചെയ്യുന്നില്ല, ഒരു സ്ഥലത്തും നടക്കുന്നില്ല കേരളത്തിൽ ഒട്ടുമേ. ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള അനുഭവ സമ്പത്തുള്ള ആളുകളല്ല എവിടെ ഇരിക്കുന്നത്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിലുള്ള. ഞാൻ അവരാരെയും കുറ്റം പറയുന്നില്ല, അവർക്കെല്ലാം ജോലി കൊടുത്തോളൂ. പക്ഷേ തീർച്ചയായും ആ സംവിധാനം അടിമുടി മാറ്റി ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരെയും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തണം. അവിടെ ഒരു ചെറിയ പ്രശ്നം കൂടെ ഉണ്ട്. അത് ചാനലായതുകൊണ്ട് ഞാൻ പറയാം. നമുക്ക് ഈ ശ്രീധരൻ സാർ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം ഇപ്പോഴാണല്ലോ BJP പോയത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനാണല്ലോ BJP പോയത്. അതിന് മുമ്പ് വരെ ഏത് ഗവൺമെൻറ്റാണ് കേരളത്തിൽ 80-ാമത്തെ വയസ്സിലൊക്കെയാണ് അദ്ദേഹം BJP പോകുന്നത്. 80 വയസ്സ് വരെ
ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ ആളുകൾ ട്രാൻസ്പോർട്ട് സംവിധാനത്തിന് ശ്രീധരൻ സാറിൻ്റെ സേവനം ഉപയോഗിച്ചിട്ടും മലയാളി എത്ര കണ്ട് അദ്ദേഹത്തിൻ്റെ സേവനം ഉപയോഗിച്ചിട്ടുണ്ട്. ഏത് ഗവൺമെൻറ് ആയിക്കോട്ടെ. MS സ്വാമിനാഥൻ സാർ ലോകം അറിഞ്ഞ ശാസ്ത്രജ്ഞനായിരുന്നു, നമ്മൾ എത്ര ഉപയോഗിച്ചു. കുര്യൻ സാർ, മിൽമ കുര്യൻ സാർ ലോകം അറിഞ്ഞ ശാസ്ത്രജ്ഞനാണ്, എത്ര നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മുടെ പ്രശ്നം ഒരു മുന്നണി വരുമ്പോൾ, എക്സ് എന്ന മുന്നണി വന്നാൽ അവർക്ക് വേണ്ടപ്പെട്ട പാർട്ടിക്കാരും അവരോടൊപ്പം നിൽക്കുന്ന കുറച്ച് ആളുകളെയും യാതൊരു ക്വാളിറ്റി ഇല്ലെങ്കിലും യോഗ്യത ഇല്ലെങ്കിലും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ വെക്കും. കോളേജ് അധ്യാപകർ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ആളുകളാണ്. സ്കൂൾ അധ്യാപകർ ഞാൻ റെസ്പെക്ട്, ഒരു സയൻറ്റിസ്റ്റിനെ മാറ്റിയിട്ടാണ് സ്കൂൾ അധ്യാപകനെ അവിടെ വെച്ചിരിക്കുന്നത് ആ കമ്മിറ്റിയിൽ. ചെയ്യേണ്ട ജോലി എന്താണ്? എക്സ്പെർട്ട് ചെയ്യേണ്ട ജോലിയാണ്. ഇനി ഏത് ഭരണ സംവിധാനത്തിലും അങ്ങനെ തന്നെ ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റികളുടെ തലപ്പത്ത് അങ്ങനെ തന്നെ വയ്ക്കുന്നത് ആളുകളെ. യൂണിവേഴ്സിറ്റികളിൽ ഞാനും PhD ചെയ്ത ആളാണ്. എൻ്റെ സമയത്ത് അതില്ലായിരുന്നു. പക്ഷേ ഞാൻ മറ്റൊരു കാര്യം ചെയ്തിട്ടുണ്ട്. എൻ്റെ PhD തീസിസിലെ കാര്യങ്ങൾ ഞാൻ പുസ്തകത്തിൻ്റെ ലേഖനത്തിൻ്റെ പോലെ എഴുതുന്നതുകൊണ്ട് സമൂഹത്തിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. എല്ലാവരും ലേഖനം എഴുതണം, പുസ്തകം എഴുതണമെന്നും നമ്മൾ പറയുന്നില്ല. എൻ്റെ മാഹാത്മ്യം പറയാനുമല്ല ഞാൻ പറഞ്ഞത്. കരമന നദിയെക്കുറിച്ച് പഠിച്ചിട്ടുള്ള തീസിസ് ആണെങ്കിൽ കരമന നദിയുള്ള തീരത്തുള്ള പഞ്ചായത്തുകൾക്ക് ആ വിവരം കിട്ടണം. അങ്ങനെ നാട്ടുകാർക്ക് ഇത് കിട്ടണം. അതിനെ സംബന്ധിച്ചുള്ള ബഹുജന വിദ്യാഭ്യാസം നടക്കണം. ഇനി ഇങ്ങനെയല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ആസ്ട്രേലിയയിൽ നിങ്ങൾ ചെല്ലുമ്പോൾ മഴ കുടയെടുത്തോളൂ, മഴ പെയ്യുമെന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. നമുക്കിനിയും മഴ ഇവിടെ സംസ്ഥാന അടിസ്ഥാനത്തിലാണ് മഴ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ജില്ലാടിസ്ഥാനത്തിലായി, ഇപ്പോൾ കളർ കോഡൊക്കെ വന്നു. അത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലാകും. ഇനി കുറച്ച് കാലം ഡെവലപ്പ് ചെയ്യുന്നുണ്ടല്ലോ, ശാസ്ത്രം ഡെവലപ്പ് ചെയ്യില്ലേ നമ്മൾ. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ മഴ കണ്ടുപിടിക്കും. ഇനി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പറയും നമ്മൾ മഴ, മേപ്പാടി പഞ്ചായത്തിൽ ഇത്ര മഴ എന്ന് പറയുന്ന കാലം വരികയാണ്. തീർച്ചയായിട്ടും അത് വരട്ടെ. അതുവരെ പിന്നെ അതുപോലെ തന്നെ പിന്നെ മറ്റൊരു രാജ്യത്ത് വീട്ടിൽ വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ വീടുകളിലും ബോർഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കിഴക്കുനിന്ന് കാറ്റ് വന്നാൽ നിങ്ങൾ ഇന്ന ഭാഗത്തോട്ട് ഓടി രക്ഷപ്പെട്ടോണം. അപ്പോൾ അലാറം വരും. അലാറം വരുമ്പോൾ കാറ്റ് വരികയാണെന്ന് അലാറം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതനുസരിച്ചുള്ള കെട്ടിടങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഈ ഫയർ എസ്ക്യൂറ്റൊക്കെ പറയുമ്പോൾ എസ്റ്റിങ്വിഷറൊക്കെ വെച്ചിരിക്കുമ്പോൾ അതനുസരിച്ച് പടിഞ്ഞാറുനിന്ന് കാറ്റ് വന്നാൽ കിഴക്കോട്ട് മാറിക്കോണം, കിഴക്കുനിന്ന് കാറ്റ് വന്നാൽ അത് പറയും, ഡയറക്ഷൻ അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആളുകളെ തയ്യാറെടുപ്പിക്കുന്നത്. ആ ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് നമുക്ക് ഇല്ല. നമ്മൾ ബിഗ് സീറോയാണ്. അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിലെ ഇന്നത്തെ സംവിധാനം വെച്ച് ചെയ്യാൻ പറ്റുന്നതുമല്ല. അതെത്ര കണ്ട് മനോഹരമായി ചെയ്യൂ, അത്ര കണ്ട് ദുരന്തങ്ങൾ കുറയ്ക്കാം. മഴയാണ് വില്ലൻ, സമ്മതിച്ചു. മഴയെ ട്രിഗർ ചെയ്യുന്ന മറ്റ് കാര്യങ്ങളാണ് ഉപവില്ലന്മാർ, നായകന്മാർ, അവരെല്ലാം കൂടെയാണ് ഈ കഥയെ നയിക്കുന്നത്. പക്ഷേ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യർ വിചാരിച്ചാൽ കുറച്ച് കൊണ്ടുവരാം. ഉദാഹരണം, ജപ്പാനിൽ വലിയ ഭൂകമ്പം ഉണ്ടാകുന്ന സ്ഥലമാണ്. ഇപ്പോഴും ഭൂകമ്പം ഉണ്ടാകുന്ന സ്ഥലമാണ്. സ്ഥലത്തിനൊന്നും മാറ്റം വന്നില്ല. പക്ഷേ ഇപ്പോൾ അവിടുത്തെ കുഞ്ഞു കുട്ടികൾക്ക് പോലും അറിയാം ഭൂകമ്പത്തിൻ്റെ ശബ്ദം അലാറം കേട്ടാൽ എന്തു ചെയ്യണം എന്നുള്ള ഒരു സ്ട്രാറ്റജി അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്ന് വിചാരിച്ച് ഭൂകമ്പം കൃത്യമായി കൃത്യമായി പറയാൻ പറ്റണമെന്നുള്ളിടത്തും പ്രശ്നങ്ങളുണ്ട്. കുറേ പഠനങ്ങൾ നടക്കുന്നുണ്ട്. വളരെ കൃത്യമായി ഇത്ര മണിക്ക് ഇന്ന മണിക്കൂറിൽ ഭൂകമ്പം ഇത്ര സ്കെയിൽ ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും കുറേ സിംറ്റംസൊക്കെ വെച്ച് അവർ ആളുകളെ പഠിപ്പിക്കുന്നു. ഒഡീഷയിൽ വർഷങ്ങൾക്ക് മുമ്പ് വലിയ കൊടുങ്കാറ്റ് വരുമായിരുന്നു. എല്ലാ വർഷവും വരും. അവിടെ ഒരു പർട്ടിക്കുലർ സീസൺ ആകുമ്പോൾ ചുഴലിക്കാറ്റ് വരും. അവർ 10,000-കണക്കിന് ആളുകളാണ് മരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതവർ ആളുകളെ പഠിപ്പിച്ച് അലാറ സിസ്റ്റത്തിലൂടെയും ആളുകൾക്ക് സിംറ്റംസ് രണ്ട് രീതിയിലുള്ള സിംറ്റംസ് ഉണ്ട്. നാട്ടറിവുമുണ്ട്, പരമ്പരാഗത അറിവുമുണ്ട്, ശാസ്ത്രത്തിൻ്റെ അറിവുമുണ്ട്. ഇവിടെ മല വെള്ളം വരുമ്പോൾ തലേ ദിവസം തത്ത ബഹളം ഉണ്ടാക്കി, തത്തയുമായി എടുത്തുകൊണ്ട് പോയവർ രക്ഷപ്പെട്ടു. ആന ബഹളം ഉണ്ടാക്കി, ആന ഇറങ്ങിപ്പോയി. അവിടെ നിന്ന് കുറച്ച് ആനകൾ, കൂട്ടമായിട്ടുള്ള കുറച്ച് പേര് പോയി. നായ്ക്കൾ ഒരുപാട് മരിച്ചിട്ടില്ല. തലേ ദിവസം പുഴയിൽ വെള്ളം കലങ്ങി ഒഴുകി വന്നു. കാട്ടിൽ നല്ല ശബ്ദം കേട്ടു. ആദ്യത്തെ ചെറിയ ഉരുൾ പൊട്ടി, രണ്ടാമതാണ് വലിയ ഉരുൾ വന്നത്. ഇങ്ങനെ പ്രകൃതി തന്നെ ചില വികൃതികൾ കാണിക്കും. അത് പക്ഷിമൃഗാദികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. വളരെ പെട്ടെന്ന് മനസ്സിലാവും. തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടാകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പറവകളെല്ലാം പറന്നുപോയി, പാമ്പുകളെല്ലാം പുറത്തു വന്നു മാളങ്ങളിൽ നിന്ന്. അത് അവർക്ക് നമ്മളെക്കാൾ പെട്ടെന്നുള്ള ശബ്ദം മനസ്സിലാവുന്നത് കൊണ്ടാണ്. ഇത് ശാസ്ത്രജ്ഞരും കണ്ടുപിടിക്കട്ടെ എന്താണ് കാരണമെന്നൊക്കെ. നമ്മുടെ ബെഡ്റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ സിറ്റ് ഔട്ടിൽ ഒരു ചെറിയ പീസ് ബിസ്ക്കറ്റോ മധുരമുള്ള വസ്തുക്കളോ എരിയുള്ള വസ്തുക്കളോ വളരെ മൈന്യൂട്ട് പീസ് കിടന്നാലും സെക്കൻഡുകൾക്കുള്ളിൽ അവിടെ ഉറുമ്പ് വരും. എവിടെ നിന്ന് വന്നു? അതിന് നമ്മേക്കാൾ വലിയ ഘ്രാണശക്തി ഉള്ളതുകൊണ്ടല്ലേ, സ്മെല്ലെടുക്കാൻ ശക്തി ഉള്ളത് കൊണ്ടല്ലേ, അല്ലെ കാണാൻ കണ്ണ് കൊടുത്തിട്ടുള്ള അല്ലെ കഴിവ് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ പ്രകൃതിയിലുണ്ട്. അപ്പോൾ ആ പരമ്പരാഗത അറിവും പ്രാദേശിക അറിവും വയസ്സായ ആളുകളുടെ അറിവും വളരെ പ്രായമുള്ളവർക്ക് ഒരുപാട് അറിവുണ്ട്. അവരുടെ അറിവും ആധുനിക സാങ്കേതിക വിദ്യയും കൂടി ബന്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കൃത്യമായ അറിവ് കൊടുക്കുകയും അവരെ മാറ്റിപ്പാർപ്പിക്കുകയും വേണം. സ്ഥിരമായി വേണ്ട. ഇനി മാറ്റിപ്പാർപ്പിക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. UK
ഇതുപോലത്തെ സംവിധാനം വരുമ്പോൾ അവരെ താമസിപ്പിക്കുന്നത് ഹോട്ടലുകളിലാണ്, മാന്യമായിട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ്. ഇവിടെ എന്തുകൊണ്ട് ഈ സ്ഥലത്ത് ഇത്രയും പ്രശ്നമുണ്ടായിട്ടും ആളുകൾ സ്കൂളിൽ പോകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, വീട്ടിൽ സുഖമായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ സൗകര്യങ്ങൾ കുറവാണ്. പെൺകുട്ടികൾ പറയുന്നു അവർക്ക് പെൺകുട്ടികൾക്ക്, പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മാസത്തിൽ. ആ ദിവസങ്ങളിൽ അവിടെ പോയി നിൽക്കാൻ പറ്റില്ല. ആ കുട്ടികളെ സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല പകർച്ചവ്യാധി വരാൻ വലിയ സാധ്യതയുണ്ട്. പനിയുടെ കാലമാണ്, ദുരന്ത കാലം എന്ന് പറഞ്ഞാൽ പനിയുടെ കാലമാണ്. ആ പനിക്കാലത്ത് എല്ലാവരും കൂടെ സ്കൂളിൽ പോയി കിടന്ന് ഒരേപോലത്തെ ഭക്ഷണം കഴിച്ച് വെജിറ്റേറിയൻ കാണും, നോൺ വെജിറ്റേറിയൻ കാണും, പല തലത്തിലുള്ള ആളുകളാണ്. ഒരു സ്കൂളിൽ പോയി കിടക്കാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യണം. എല്ലാം ഒരു നാൾ കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല, പക്ഷെ നമ്മൾ ചർച്ച ചെയ്യണം. എങ്ങനെ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യും, അതിനുമുമ്പ് എങ്ങനെ അവരെ, ഇതിനു മുമ്പേ നമ്മൾ എങ്ങനെ അവരെ മാറ്റും, എവിടത്തേക്ക് മാറ്റും. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരുപാട് റിസോർട്ടുകൾ അവിടെ കിടപ്പുണ്ടല്ലോ, നമ്മൾ അനധികൃതവും അധികൃതവും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നത്, മഴക്കാലം തുടങ്ങിയാൽ ആ റിസോർട്ടുകൾ ആര് ബ്ലോക്ക് ചെയ്യണം? പഞ്ചായത്തും ഗവൺമെൻറ്റും ബ്ലോക്ക് ചെയ്യണം. അവർക്ക് മിനിമം പൈസ കൊടുക്കാവൂ. മിനിമം പൈസ കൊടുത്താൽ മാത്രം, അല്ലെങ്കിൽ പൈസ കൊടുക്കരുത്. അവരും കൂടി സഹകരിക്കണം. ആ നാടുണ്ടെങ്കിലേ റിസോർട്ടുള്ളൂ. മുണ്ടക്കയും പുഞ്ചിരിമട്ടവും ചൂരൽമലയും അവിടുത്തെ ജനങ്ങളെല്ലാം പോയി ആ ഗ്രാമം രണ്ട് ഒഴുകിപ്പോയിട്ട് 2 റിസോർട്ട് അവിടെ നിന്നിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. അപ്പോൾ റിസോർട്ട് ആളുകളുണ്ടെങ്കിലേ റിസോർട്ടുള്ളൂ. അപ്പോൾ ആ റിസോർട്ടിൻ്റെ ഉടമകൾ മനസ്സിലാക്കേണ്ടത്, ഹോട്ടൽ ഉടമകൾ മനസ്സിലാക്കേണ്ടത്, വർഷത്തിൽ ചെറിയ സീസണിൽ നമ്മൾ ഒന്നുകിൽ ഫ്രീ ആയി അല്ലെങ്കിൽ നോമിനൽ വാടക വാങ്ങിച്ചുകൊണ്ട് എവിടെ കൊടുക്കണം? താമസത്തിന് സൗകര്യം കൊടുക്കണം. അപ്പോൾ നല്ല വാണിംഗ് സിസ്റ്റം വന്ന് ആളുകളെ എങ്ങോട്ട് മാറ്റണം? അവരെ മാന്യമായിട്ട് അങ്ങോട്ട് മാറ്റണം. ആ മാറ്റുന്നവർക്ക് മാന്യമായ സംവിധാനം കൊടുക്കണം. അതൊക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു തയ്യാറെടുപ്പ് പരിപാടി വാണിംഗ് സിസ്റ്റത്തിൽ, ആളുകളെ മാറ്റുന്നതിൽ, ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിൽ, കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ ഒക്കെ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സിലബസിൽ വലിയ മാറ്റം വരേണ്ടി വരും. ഇത് കേരള സർക്കാരിൻ്റെ എല്ലാ സർക്കാരിൻ്റെ അടുത്തല്ല, നമ്മളിപ്പോൾ കേരളത്തിൽ ഇരുന്ന് ചർച്ച കൊണ്ട് കേരള സർക്കാരിൻ്റെ പറയുന്നു. മാത്രമല്ല നമുക്ക് ഇൻ്റർവെൻഷൻ ചെയ്യാനുള്ള സ്പേസ് കേരളത്തിലാണല്ലോ. ഇവിടുത്തെ സിലബസ് അനുസരിച്ച് കടൽ തീരത്തുള്ള കുട്ടികളും കാടിനെക്കുറിച്ച് വല്ലാതെ പഠിക്കുന്നുണ്ട്. കാടിനുള്ള സ്ഥലത്തുള്ളവരും കടൽ തീരത്ത് അങ്ങനെ ആവശ്യമില്ല. കാടിനെക്കുറിച്ച് മിനിമം കാര്യങ്ങൾ അവർ പഠിക്കുകയും കടൽ തീരത്തുള്ളവർ കടലിനെക്കുറിച്ച് ഡീറ്റെയിലായി പഠിക്കുകയും വേണം. അപ്പോൾ കാട്ടിൽ താമസിക്കുന്നവർ കാടിനെക്കുറിച്ച് ഡീറ്റെയിലായി പഠിക്കുകയും കടലിനെക്കുറിച്ച് അത്രയും പഠിക്കേണ്ട. ആരും സിലബസ് വലുതാക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയുള്ള പുതിയ സിലബസുകൾ ഉണ്ടാവേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പിന്നെ പ്രാക്ടിക്കൽ സിലബസുകൾ ഉണ്ടാകേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ മാറ്റം വേണം. നമ്മുടെ കൃഷി, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൃഷി. കുട്ടനാട് പ്രദേശത്ത് ചെയ്യുന്ന അതേ കൃഷികളൊക്കെ തന്നെയാണ് വയനാട്ടിലും ചെയ്യുന്നത്. കുട്ടനാടൊക്കെ ചെയ്യുന്ന വളവും വിത്തും ഉപയോഗിക്കുന്ന രീതി തന്നെയാണ് അപ്പുറത്തോട്ടും ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം മാറേണ്ട സമയം കഴിഞ്ഞു. അതുകൊണ്ട് കേരളത്തെ ജിയോ ക്ലൈമാറ്റിക് സോണുകളായി തിരിക്കണം, പുതിയ സോണുകളായി തിരിക്കണം. ജിയോ ക്ലൈമാറ്റിക് സോണുകളിലും ഓരോ സ്ഥലത്തും എങ്ങനെ ജീവിക്കണം, ഏതർത്ഥത്തിൽ ജീവിക്കണമെന്ന് ജനങ്ങളെ പഠിപ്പിക്കണം. നിങ്ങൾക്കും എനിക്കും ഇത് കേൾക്കുന്നവർക്കും ഇന്ത്യയിലാണ്, ലോകത്താണ് താമസിക്കുന്നത്, ഇന്ത്യയിലാണ് ജീവിക്കുന്നത്, കേരളത്തിലാണ് ജീവിക്കുന്നത്, തിരുവനന്തപുരം ജില്ലയിലാണ്, ഇന്ന പഞ്ചായത്തിലാണ്, ഇന്ന വാർഡിലാണ്, ഇന്ന എല്ലാം അറിയാം. പക്ഷേ ഒരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങൾ ഏത് നീർത്തടത്തിലാണ് താമസിക്കുന്നത്? നിങ്ങൾ താമസിക്കുന്നതിനടുത്തുള്ള സ്ലോപ്പ് എത്രയാണ്? നിങ്ങൾക്ക് എത്ര മഴ കിട്ടുന്നു? നിങ്ങളുടെ പറമ്പിൽ മഴവെള്ളം വന്നാൽ അത് എങ്ങോട്ട് പോകും? അത് ഏത് നദിയിലേക്ക് അത് മറിയും? എത്ര മണിക്കൂർ കൊണ്ട് പോകും? നിങ്ങളുടെ സോയിൻ്റെ കപ്പാസിറ്റി എന്താണ്? നിങ്ങൾ താമസിക്കുന്നത് ദുരന്ത സാധ്യതയുണ്ടോ? നിങ്ങൾ സാധിച്ചുള്ള മാലിന്യം നിങ്ങളെങ്ങനെ സംസ്കരിക്കും? ഇങ്ങനെ നിങ്ങളുടെ മഴവെള്ളം നിങ്ങളെങ്ങനെ ശേഖരിക്കും? ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഭൗതികമായ, പാരിസ്ഥിതികമായ ദുരന്ത സാധ്യതയുള്ള കാര്യങ്ങൾ കൂടി ഇനി മലയാളികളെ പഠിപ്പിക്കണം. അതറിഞ്ഞാൽ നമുക്കറിയാം, സമ്മർ സീസണിൽ ഇത് ചെയ്യണം, വിൻ്റർ സീസണിൽ ഞാനിത് ചെയ്യണം, എൻ്റെ ഫാമിലി ഇത് ചെയ്യണം, റെയിനി സീസണിൽ ഇത് ചെയ്യണം. അങ്ങനെ നമുക്കൊരു പുതിയ അല്ലാതെ പരിസ്ഥിതി സംരക്ഷിക്കൂ, കാട് വെച്ച് പിടിപ്പിക്കൂ, മരം വെച്ച് പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആരും ചെയ്യത്തൊന്നുമില്ല. ഈ ഒരു വിദ്യാഭ്യാസ രീതിയൊക്കെ നടക്കണം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അടുത്ത ഒരു വർഷക്കാലം, ഇപ്പോൾ ഈ സീസൺ പോയല്ലോ, ജനുവരി മുതൽ നമുക്ക് ആലോചിക്കാം. ഒരു വർഷക്കാലം എല്ലാ കോളേജുകളും, എല്ലാ സ്കൂളുകളും, എല്ലാ ഗവേഷണ സ്ഥാപനങ്ങൾക്കും മാൻഡേറ്റ് കൊടുക്കണം. നിങ്ങൾ ആ ഗ്രാമത്തെക്കുറിച്ച് പഠിക്കൂ, ഇതുവരെയുള്ള റിപ്പോർട്ടുകളെല്ലാം നിങ്ങൾ മലയാളത്തിലാക്കൂ, അത് പഠിക്കൂ. എന്നിട്ട് വിപുലമായ ഒരു ഭൂസാക്ഷരത കേരളത്തിൽ നടക്കണം. ആ ഭൂസാക്ഷരതയിൽ ഒരു ജലസാക്ഷരത കൊണ്ടുവരണം. ആ ജലസാക്ഷരതയുടെ ഭാഗമായി ഒരു ആരോഗ്യ സാക്ഷരത കൊണ്ടുവരണം. ആരോഗ്യ സാക്ഷരതയുടെ ഭാഗമായി കാലാവസ്ഥ സാക്ഷരത കൊണ്ടുവരണം. ഒരു മഴ സാക്ഷരത കൊണ്ടുവരണം. ഇതെല്ലാം കൂടെ ചേർത്തൊരു ഭൂസാക്ഷരത ഒറ്റ അമ്പർല മതി. കേരളം സമ്പൂർണ്ണ സാക്ഷരമായ സ്ഥലമാണ്, കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ കേരളത്തിൻ്റെ? സർക്കാർ ഒരു പരിപാടി ഇട്ടാൽ ആളുകൾ ഇടിച്ച് നിൽക്കും, പൈസ കൊടുത്തില്ലെങ്കിലും നിൽക്കും.
തൊഴിലുറപ്പിന് നിങ്ങൾ 300 രൂപ കൊടുത്താൽ, ഇപ്പം കുറച്ച് കൂട്ടിയിട്ടുണ്ട്, കൊടുത്താലും അഗ്രഹാരത്തിലെ സ്ത്രീകൾ വരെ വരും അത് ചെയ്യാൻ. പക്ഷേ അതേ ആളിന് 1000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാൽ, നമ്മുടെ പറമ്പിലേക്ക് കിളയ്ക്കാൻ വരാൻ പറഞ്ഞാൽ അവർ വരത്തില്ല. കാരണം അതൊരു സർക്കാരിൻ്റെ പൈസ ആയതുകൊണ്ട് കിട്ടുന്ന ഒരു ഡിഗ്നിറ്റി ഉണ്ട് മലയാളിക്ക്, സർക്കാർ ജോലിയോ സർക്കാർ പ്രോജക്റ്റുകൾ ചെയ്യാൻ. ഈ ഡിഗ്നിറ്റിയെ നമ്മൾ ചൂഷണം ചെയ്യണം. ചൂഷണം ചെയ്തുകൊണ്ട് വളരെ ഗൗരവമായ ഒരു ലാൻഡ് ലിറ്ററസി പ്രോഗ്രാം കേരളത്തിൽ ആലോചിക്കണം. അതോടൊപ്പം ഒരു ഭൂവിനിയോഗ നയം നമ്മൾ ഉണ്ടാക്കണം. ഏത് തുണ്ട് ഭൂമിയിൽ എന്ത് ഭൂമി കൃഷി ചെയ്യാം, എന്ത് ചെയ്തുകൂടാ, എവിടെ കെട്ടിടം നിർമ്മിക്കാം, എവിടെ നിർമ്മിച്ചുകൂടാ, ഓരോ കെട്ടിടം നിർമ്മിക്കുമ്പോൾ എന്ത് പ്രിക്കോഷൻ എടുക്കണമെന്നുള്ള ഒരു ഭൂവിനിയോഗ നയം, ഒരു കെട്ടിട നിർമ്മാണ നയം നമ്മൾ രൂപീകരിക്കണം. ഇതെല്ലാം വളരെ ഗൗരവമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നയം 2016 ഉണ്ടാക്കിയിട്ട് ഇതുവരെ അപ്ഡേറ്റ് ചെയ്തില്ല. 5 വർഷത്തിനൊക്കെ ചെയ്യേണ്ടതാണ്, നമ്മൾ ചെയ്തിട്ടില്ല. അത് ചെയ്യേണ്ടതാണ്. ഒരു പാർപ്പിട നയം ഉണ്ടാവണം. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ 500 രൂപയൊക്കെയാണ് ഒരു തെങ്ങിന് കിട്ടുന്നത്. ചീത്തയായിപ്പോയാൽ പലപ്പോഴും കിട്ടാറുമില്ല, മുറിച്ചുകൊണ്ട് പോകണമെങ്കിൽ പൈസ കൊടുക്കണം. തെങ്ങിൻ തടി സീസ് ചെയ്ത് കഴിഞ്ഞ്, ആ വാക്കാണ് കറക്റ്റ്, സയൻറ്റിഫിക് ആയിട്ട് സീസ് ചെയ്യുക എന്ന് പറയും. അതിനെ സീസ് ചെയ്തതിൻ്റെ രൂപം മാറ്റിയാൽ മനോഹരമായ കെട്ടിട നിർമ്മാണ വസ്തുവായും അതുപോലെ തന്നെ ഫർണിച്ചർ ഉണ്ടാക്കാനും മനോഹരമായി ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുവാണ് തെങ്ങിൻ തടി. നമ്മൾ എന്തുകൊണ്ട് പ്രയോജനപ്പെടുത്തുന്നില്ല? പ്ലാസ്റ്റിക് നിരോധിക്കണം എന്ന് പറയുന്നതല്ലാതെ തുണിസഞ്ചി വ്യാപകമാവുന്നില്ല, പേപ്പർ ബാഗ് വ്യാപകമാവുന്നില്ല, പാള പ്ലേറ്റ് വ്യാപകമാവുന്നില്ല. ഇതൊക്കെ വ്യവസായ അടിസ്ഥാനത്തിൽ തുടങ്ങണം. അപ്പോൾ പുതിയ കേരളത്തെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത്. അപ്പോൾ ഓരോ മേഖലയിലും പരിസ്ഥിതി സൗഹൃദമായ, പിന്നെ ടൂറിസം വലിയ കുഴപ്പമാണ് കേരളത്തിൽ. ആളുകളാരും വരുന്നതല്ലാണ്ട് AC റൂമിൽ കിടക്കാനൊന്നുമില്ല, ആരും വരുന്നതല്ല. വയനാട്ടിൽ പോകുന്നത് വയനാട്ടിലെ പുറത്തെ തണുപ്പ് അനുഭവിക്കാനാണ്, അല്ലാതെ റൂമിലെ തണുപ്പ് അനുഭവിക്കാനല്ല. ഇത് മനസ്സിലാക്കിയിട്ടുള്ള കെട്ടിട നിർമ്മാണ രീതികളും പരിസ്ഥിതി സൗഹൃദമായ ഒരു ഉത്തരവാദിത്ത ടൂറിസത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ കേൾക്കുന്ന ഒരു മുദ്രാവാക്യം, എപ്പോഴും കേൾക്കുന്ന മുദ്രാവാക്യം, നമ്മൾ അതിജീവിക്കും. തീർച്ചയായും അതിജീവിക്കും. പ്രളയം അതിജീവിച്ചു, ഭൂകമ്പങ്ങൾ അതിജീവിച്ചു. വെട്ടിയും പിടിച്ചും കൊന്നും കൊടുത്തും പ്രകൃതിയോട് ബഹളമുണ്ടാക്കിയും സ്നേഹിച്ചുമൊക്കെ തന്നെയാണ് മാനവരാശി ഇവിടെ എത്തിയത്. കല്ലിൽ നിന്ന് കമ്പ്യൂട്ടറിലെത്തി, തീക്കുണ്ടത്തിൽ നിന്ന് ആണവ റിയാക്ടറിലെത്തി, ആകാശവും ശൂന്യാകാശവും ബഹിരാകാശവും എല്ലാം കീഴടക്കി റോക്കറ്റ് സയൻസിൻ്റെ കാലഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് മനസ്സിലാക്കാതെ, 1 ഇഞ്ച് കനത്തിൽ മണ്ണുണ്ടാകാൻ 1000 വർഷം വേണമെന്ന് തിരിച്ചറിയാതെ, വെള്ളത്തിൽ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടെന്നും അവ രണ്ടും ചേർത്താൽ വെള്ളമാക്കാൻ പറ്റില്ല എന്നും, അതിന് പ്രകൃതിയുടെ താളത്തിൽ തന്നെ മഴ കിട്ടണമെന്നും തിരിച്ചറിയുന്ന, പ്രകൃതിയെക്കുറിച്ച് പഠിക്കുന്ന, കാട് മുതൽ കടൽ വരെ അല്ലെങ്കിൽ കടൽ മുതൽ കാട് വരെ ഓരോ പ്രദേശത്തും എങ്ങനെ ജീവിക്കണം, എന്തെന്ത് കാര്യങ്ങൾ ചെയ്യാം, എന്തെന്ത് ചെയ്തുകൂടാ എന്ന് മനസ്സിലാക്കുന്ന പുതിയൊരു കേരളത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെ പരിസ്ഥിതിക്കും വെള്ളത്തിനും പ്രകൃതിക്കും സമൂഹത്തിനും വലിയ പ്രവർത്തനങ്ങൾ കൊടുക്കണം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അതായത് ഈ കാലഘട്ടത്തിലെ സാംസ്കാരിക പ്രവർത്തനം എന്തെന്ന് എന്നോട് ചോദിച്ചാൽ, വീടായാൽ കക്കൂസ് വേണം, കക്കൂസിട്ടാൽ കല്യാണം നടത്തില്ല എന്നൊക്കെ പാടിയും പഠിപ്പിച്ചുമാണ് ആളുകൾക്ക് ലാറ്റിൻ ഉപയോഗിക്കാൻ പഠിപ്പിച്ചത്. പിന്നെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചു അക്ഷരം അറിവാണ്, അക്ഷരം അഗ്നിയാണ്, അറിവ് ആണ് സമ്പത്തെന്ന് പഠിപ്പിച്ചു. ഇപ്പോൾ മനുഷ്യരെ പഠിപ്പിക്കേണ്ടത് മഴയെയും വെള്ളത്തെയും പ്രകൃതിയെയും കുറിച്ചുള്ള പുതിയ ഗീതങ്ങൾ എഴുതുക, പുതിയ കാവ്യങ്ങൾ എഴുതുക, പുതിയ നാടകങ്ങൾ ഉണ്ടാവുക, ഇതാണ് ഈ കാലഘട്ടത്തിലെ സാംസ്കാരിക പ്രവർത്തനം, ഇതാണ് ഈ കാലഘട്ടത്തിലെ സാമൂഹ്യ പ്രവർത്തനം. അത് ദുരന്തകാലത്ത് നമ്മൾ നന്നായി ചെയ്യുന്നുണ്ട്. ദുരന്തത്തിന് മുമ്പേ ചെയ്താൽ അത്ര കണ്ട് ദുരന്തങ്ങൾ കുറയ്ക്കാം. നമുക്കിനി ജീവനുകൾ കൊടുക്കാൻ ഇനി ജീവനുകളില്ല, നമുക്ക് കൊടുക്കാൻ ഇനി സ്വത്തില്ല. സ്വത്തും ജീവനുകളും കൊടുക്കണ്ട എങ്കിൽ ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തിക്കോളൂ. എത്ര കണ്ട് നിങ്ങൾ തയ്യാറെടുക്കുമോ, എത്ര കണ്ട് ഞാൻ തയ്യാറെടുക്കുന്നുവോ, എത്ര കണ്ട് നമ്മൾ തയ്യാറെടുക്കുമോ, അത്ര കണ്ടായിരിക്കും ഓരോ ദുരന്തത്തിൻ്റെയും ഓരോ പ്രകൃതി പ്രതിഭാസത്തിൻ്റെയും അനന്തരമായ ഫലങ്ങൾ. എന്തായാലും നമ്മൾ അതിജീവിക്കും, പുതിയ സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിക്കും, എല്ലാം വരും. പക്ഷേ അതിനിടയിൽ ആയിരങ്ങളുടെ, 100 പേരുടെ, 500 പേരുടെ ജീവനുകൾ കൂടി നഷ്ടമാകുന്നത് നമ്മെ വേവലാതിപ്പെടുത്തണം, നമ്മെ അസ്വസ്ഥപ്പെടുത്തണം, നമ്മളെ അലോസരപ്പെടുത്തണം. ഇനിയൊരു ജീവനുകളും ഇതിൻ്റെ പേരിൽ ഒഴിയാതിരിക്കട്ടെ. നന്ദി, നമസ്കാരം.